Welcome to Franklin's Lectures, India's #1 engineering education platform. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രി, നമ്മൾ +2 ബോർഡിലെ കെമിസ്ട്രിയിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാം. നിങ്ങളുടെ എക്സാം ഒക്കെ ആയി തുടങ്ങി, നിങ്ങൾ എല്ലാവരും ഇപ്പൊ സ്റ്റഡി ലീവിലാവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആവും വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു സെഷൻ തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ്, ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. അതായത് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പറയുമ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫസ്റ്റ് വരുന്നത് എന്താണ്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെറ്റൽ ആറ്റം ഉണ്ടാവും, അതിനെ ചുറ്റിപ്പറ്റി എന്തുണ്ടാവും? ലിഗാൻഡ്സ് ഉണ്ടാവും അല്ലെ? അങ്ങനെയാണ് നമ്മളൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് പോണത്. അപ്പൊ അതിലുള്ള ലിഗാൻഡ്സിന്റെ ടൈപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്താണ്? നമ്മുടെ ലിഗാൻഡ്സിന് 3 ആയിട്ടാണുള്ളത്. യൂണിഡെന്റേറ്റ് ലിഗാൻഡ്സ്, ബൈഡെന്റേറ്റ് ലിഗാൻഡ്സ് അല്ലെങ്കിൽ പോളിഡെന്റേറ്റ് ലിഗാൻഡ്സ്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ ലിഗാൻഡ്സിനെ മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ യൂണിഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡൊണേറ്റ് ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺ. ഒറ്റ പെയർ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെന്താണ്? അവര് യൂണിഡെന്റേറ്റ് അല്ലെങ്കിൽ മോണോഡെന്റേറ്റ് എന്നാണ് പറയാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ആണ് ഡൈഡെന്റേറ്റ്. ഡൈഡെന്റേറ്റ് അല്ലെങ്കിൽ ബൈഡെന്റേറ്റ്. ഡൈഡെന്റേറ്റ് അല്ലെങ്കിൽ ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ എന്തെന്നാ പറയാ? നമ്മൾ ബൈഡെന്റേറ്റ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ഡൈഡെന്റേറ്റ് അല്ലെങ്കിൽ ബൈഡെന്റേറ്റ് ഇവരെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ പെയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യും. ആർക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മെറ്റലിന്. ഓക്കെ, നമ്മുടെ മെറ്റലിന് എന്ത് ചെയ്യും? ഇവർ 2 ഇലക്ട്രോൺ പെയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതാണ് എന്ത്? ഡൈഡെന്റേറ്റ് അല്ലെങ്കിൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെന്താണ്? 2 ഇലക്ട്രോൺ പെയർ അല്ലെങ്കിൽ 2 ഡോണർ ആറ്റം ഉണ്ടാവും ഇവർക്ക്. 2 ഇലക്ട്രോൺ പെയർ അല്ലെങ്കിൽ 2 ഡോണർ ആറ്റം ഉണ്ടാവും ഇവർക്ക്. ഇനി പോളിഡെന്റേറ്റ് എന്ന് പറയുമ്പോഴോ 2-നെക്കാട്ടിലും കൂടുതൽ മോർ ദാൻ 2 ഡോണർ ആറ്റംസ് ഉള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉള്ളതാണ് എന്ത്? നമ്മുടെ പോളിഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് സെവറൽ ഡോണർ ആറ്റംസ് ഉണ്ടായിരിക്കും. അത്രയും ഇലക്ട്രോൺസിന് ഇവരെന്ത് ചെയ്യും? ഇവരിങ്ങനെ നമ്മുടെ മെറ്റലിന് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഓരോരോ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. എക്സാമ്പിൾ നല്ല സിമ്പിൾ ആയിട്ട് പഠിക്കുക. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പോളിഡെന്റേറ്റിന്റെ പഠിക്കാം. പോളിഡെന്റേറ്റിന് ആകെ ഒരു എക്സാമ്പിളേ നമുക്ക് പഠിക്കാനുള്ളൂ, അതാണ് EDTA. EDTA മാത്രമേ എന്തിനുള്ളൂ? പോളിഡെന്റേറ്റിന് നമുക്ക് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ഡൈഡെന്റേറ്റ് എടുക്കുമ്പോൾ EN അല്ലെങ്കിൽ C2O4 2-. ഇങ്ങനെ 2 ഉള്ളൂ എന്തിന്? നമ്മുടെ ഡൈഡെന്റേറ്റ്. അപ്പൊ ഡൈഡെന്റേറ്റിന് ഏതാണ്? EN-ഉം C2O4 2-ഉം. ഇത് രണ്ടും മാത്രമേ എന്തിനു വരുന്നുള്ളൂ? ഡൈഡെന്റേറ്റിന്. പോളിഡെന്റേറ്റ് ആണെങ്കിൽ ആകെ ഒരൊറ്റ എക്സാമ്പിളേ നമുക്ക് പഠിക്കാനുള്ളൂ, അത് EDTA ആണ്. ബാക്കിയുള്ള എല്ലാതും എന്തിലാ വരിക? നമ്മുടെ മോണോഡെന്റേറ്റ് അല്ലെങ്കിൽ യൂണിഡെന്റേറ്റിലാണ് ബാക്കിയുള്ള എല്ലാ ലിഗാൻഡ്സും വരിക. ഫോർ എക്സാമ്പിൾ OH-, Cl-, അതുപോലെ തന്നെ NH3, H2O, OH-, ഇവരൊക്കെ എന്തിലാണ് വരിക? ഇവരെല്ലാവരും നമ്മുടെ യൂണിഡെന്റേറ്റ് ലിഗാൻഡ്സിലാണ് വരിക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാ? പഠിക്കുമ്പോൾ ആദ്യം പോളിഡെന്റേറ്റ് പഠിക്കുക. പോളിഡെന്റേറ്റിൽ ആകെ ഒരൊറ്റ എക്സാമ്പിൾ ഉള്ളൂ, അതെന്താണ്? EDTA. പിന്നെ നമ്മൾ ഡൈഡെന്റേറ്റ് പഠിക്കുക. അപ്പൊ അതിൽ 2 ഉണ്ട്, EN, C2O4 2-. അവരെന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുക? ബാക്കിയുള്ള എല്ലാവരും എന്തെല്ലാം വരിക? യൂണിഡെന്റേറ്റ് ലിഗാൻഡ്സിലാണ് വരിക. അപ്പൊ പോളിഡെന്റേറ്റിന്റെതും ബൈഡെന്റേറ്റിന്റെതും പഠിക്കുക. ബാക്കിയുള്ള എല്ലാ ലിഗാൻഡ്സും എന്തെല്ലാം വരിക? നമ്മുടെ യൂണിഡെന്റേറ്റ് അല്ലെങ്കിൽ മോണോഡെന്റേറ്റ് ലിഗാൻഡ്സിലാണ് വരിക. അപ്പൊ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഇത് ലിഗാൻഡ്സിൽ വരുന്ന കുറച്ച് എക്സ്ട്രാ ലിഗാൻഡ്സ് ആണ് വരുന്നത്. ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ്. ഇവരെന്താണ്? ഇവർക്ക് 2 or more ഡോണർ ആറ്റം ബട്ട് ഓൺലി ബൈൻഡ്സ് അറ്റ് എ ടൈം. ഇവർക്ക് ഇവർക്ക് 2 ഡോണർ ആറ്റം അല്ലെങ്കിൽ 2 എന്തുണ്ടാവും? മോർ ഡോണർ ആറ്റംസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒന്ന് മാത്രമേ ഒരു സമയത്ത് എന്തുള്ളൂ? ബൈൻഡ് ചെയ്യുള്ളൂ. 2 ഡോണർ ആറ്റം ഉണ്ടെങ്കിൽ കൂടി ഒന്ന് എന്ത് ചെയ്യുള്ളൂ? ഒരു സമയത്ത് ഒന്ന് മാത്രമേ അവർ ബൈൻഡ് ചെയ്യുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ CN-. CN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സയനൈഡ്. അതിന് നമുക്ക് തിരിച്ചിടാം NC-. ഇത് രണ്ടും എന്താണ്? ഒരു ആംബിഡെന്റേറ്റ് ആണ്. അടുത്തതാണ് SCN-. SCN- നമുക്ക് എങ്ങനെ എഴുതാം? NCS-. ഓക്കെ, നെക്സ്റ്റ് ആണ് NO2-. NO2- നമുക്ക് എന്താ? ONO-. ONO. ഓക്കെ, ഇതിലെന്താണ് ഇവരെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഈ C മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവർ മാത്രമേ ബൈൻഡ് ചെയ്യുള്ളൂ, N ബൈൻഡ് ചെയ്യൂല. ഇതെടുക്കുന്ന സമയത്തോ ഈ N മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബൈൻഡ് ചെയ്യുള്ളൂ, C ആ സമയത്ത് ബൈൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ SCN-ലാണെങ്കിൽ ഈ S ആണ് എന്ത് ചെയ്യുക? ബൈൻഡ് ചെയ്യാം, ബാക്കിയുള്ളവർ ബൈൻഡ് ചെയ്യൂല. ഇവിടെ ആണെങ്കിൽ ഈ N ബൈൻഡ് ചെയ്യും, ഇവിടെയാണെങ്കിലോ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ N ബൈൻഡ് ചെയ്യും, ഈ ONO-ല് Oയും ബൈൻഡ് ചെയ്യും. ഇതാണ് എന്ത്? നമ്മുടെ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ്. അപ്പൊ ഇത്രയെങ്കിലും നമ്മുടെ ആംബിഡെന്റേറ്റ്സിൽ പഠിക്കാം.
CN മൈനസ് നമുക്ക് എങ്ങനെ എഴുതാം NC മൈനസ്. SCN മൈനസിനെയോ NCS മൈനസ് എന്ന് എഴുതാൻ പറ്റും. NO2 മൈനസ് നമുക്ക് എങ്ങനെ എഴുതാം ONO മൈനസ് എന്ന് എഴുതാം. ഇതാണ് എന്ത് നമ്മുടെ ആംബിഡെന്റേറ്റ് ലിഗൻഡ്സ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് രണ്ടോ അതിൽ കൂടുതലോ ഡോണർ ആറ്റംസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്താ പ്രത്യേകത? ഒരു സമയത്ത് ഒന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബൈൻഡ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് ചെലേറ്റിംഗ് ലിഗാൻഡ്സ്. അപ്പൊ ഇതൊക്കെ എന്തുണ്ട് നമുക്ക് വൺ വേർഡ് ആയിട്ട് നമ്മൾ എക്സാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് 1-2 മാർക്കിനാണ് വരിക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നതായിരിക്കും റൈറ്റ് എക്സാമ്പിൾ ഫോർ പോളിഡെന്റേറ്റ്, ബൈഡെന്റേറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ്, ഗിവ് എക്സാമ്പിൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് ചിലേറ്റിംഗ് ലിഗാൻഡ്സ്, ഗിവ് എക്സാമ്പിൾ, ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. അപ്പൊ ചിലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡൈ ഓർ പോളിഡെന്റേറ്റ് ലിഗാൻഡ്സിനാണ് എന്ത് ഫോം ചെയ്യാം? ചിലേറ്റിംഗ് ലിഗാൻഡ്സ് ഫോം ചെയ്യാം. എന്തിനാണ്? ഡൈ ഓർ പോളിഡെന്റേറ്റ് ലിഗാൻഡ്സ്. ഡൈ ഓർ പോളിഡെന്റേറ്റ് ലിഗാൻഡ്സ് ആണ് എന്ത് ഫോം ചെയ്യാം? ചിലേറ്റിംഗ് ലിഗാൻഡ്സ് ഫോം ചെയ്യാം. പക്ഷെ നമ്മുടെ ആംബിഡെന്റേറ്റ് എടുത്ത സമയത്തോ അവര് എന്താണ്? 2 ഡോണർ ആറ്റംസ് ഉള്ളതാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ് ഫോം ചെയ്യാം. ദാറ്റ് ബൈൻഡ് ടു ദ സെയിം മെറ്റൽ അയോൺ ത്രൂ 2 or more ഡോണർ ആറ്റം. നമ്മുടെ ആംബിഡെന്റേറ്റ് എടുത്തപ്പോൾ ഒറ്റ ഒന്നേ 2-3 ഡോണർ ആറ്റം ഉണ്ടെങ്കിലും ഒറ്റ ഒന്നേ ബൈൻഡ് ചെയ്യുള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഇവര് 2 or more ഡോണർ ആറ്റംസ് ബൈൻഡ് ഒരേ സമയത്ത് തന്നെ ഒരുപാട് എന്ത് ചെയ്യും? ഇവർ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫോമിങ് എ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഇതാണ് എന്ത്? ചിലേറ്റിംഗ് ലിഗാൻഡ്. ചിലേറ്റിംഗ് ലിഗാൻഡ് എന്ത് ചെയ്യും? ഇപ്പൊ EN ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവരിങ്ങനെ ഒരു മെറ്റലാറ്റത്തിന് ഈ മെറ്റലാറ്റം M ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ 2 EN ഉണ്ട് വിചാരിക്കാം. ഇവരെന്ത് ചെയ്യും? ഇങ്ങനെയും അങ്ങനെ ഒരു റിംഗ് സ്ട്രക്ചർ ഇവരെന്ത് ചെയ്യും? ഫോം ചെയ്യും. ഇതാണ് ഇവര്. ഇപ്പൊ എന്താണ് EDT ആണെങ്കിൽ ഇവര് 4 ഉണ്ട്. ഓക്കെ, മെറ്റൽ ഉണ്ടെങ്കിൽ 4 EDT എങ്ങനെ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അങ്ങനെ റിംഗ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അവര് എത്ര ഉണ്ട്? ഇപ്പൊ പോളിഡെന്റേറ്റും ബൈഡെന്റേറ്റും മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ? ചിലേറ്റിംഗ് ലിഗാൻഡ്സ് ഫോം ചെയ്യുള്ളൂ. അവരെന്ത് ചെയ്യും? അതിലുള്ള എല്ലാ ഡോണർ ആറ്റംസും ഒരേ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ മെറ്റൽ ആറ്റത്തിനായിട്ട് റിംഗ് സ്ട്രക്ചറിൽ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഓക്കെ, അതാണ് 2 or more ഡോണർ ആറ്റംസ് സൈമൾട്ടേനിയസ്ലി ദാറ്റ് ബൈൻഡ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് തന്നെ ഇവർ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അവർ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ മെറ്റൽ ആറ്റം M ആണെന്ന് വിചാരിക്കാം. നമ്മുടെ ലിഗാൻഡ്സ് എന്ത് ചെയ്തു? ENന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് 2 ഡോണർ ആറ്റം ഉണ്ട്. അപ്പൊ 2 സമയത്ത് ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ 2 റിംഗ് സ്ട്രക്ചർ ഈ ഒരു മോഡലിലായിരിക്കും എന്ത് ചെയ്യാം? ഇവര് ഫോം ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു രീതിയിലാണ് എന്ത് വരിക? ചിലേറ്റിംഗ് ലിഗാൻഡ്സിൻ്റെത് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? നമ്മുടെ എന്തെല്ലാം ടൈപ്പ് ലിഗാൻഡ്സ് ആണ് ഉള്ളത്, അവരുടെ ഒക്കെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ഹോമോലെപ്റ്റിക് കോംപ്ലക്സും ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സും എന്താണെന്ന് അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. ഹോമോലെപ്റ്റിക്, ഹെട്രോലെപ്റ്റിക്. ഹോമോ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാം ഒരേപോലെ ഉള്ളതായിരിക്കും. ഹെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഹോമോലെപ്റ്റിക്കിന് ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഞാൻ 2 എക്സാമ്പിൾ എഴുതാം. ഓക്കെ, CONH ഇതൊക്കെ എന്താണ്? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. 6 times Cl2 Cl3. ഓക്കെ, ഇതൊരു കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് PT-NH3 2 times Cl2. ഇത് നെക്സ്റ്റ് കോമ്പൗണ്ട്. ഇപ്പൊ ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുമ്പോൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുന്ന ആളാണ് മെറ്റലും നമ്മുടെ ലിഗാൻഡും. ബ്രാക്കറ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. ഒന്ന് മെറ്റൽ ഉണ്ടാകും, പിന്നെ എന്തുണ്ടാവും? ലിഗാൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു എന്താണ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് നമ്മുടെ മെറ്റലും ലിഗാൻഡും. ഇതെന്തായിരിക്കും? നമ്മുടെ മെറ്റലായിരിക്കും. ഇത് നമ്മുടെ ലിഗാൻഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. അതിലെന്തായിരിക്കും? അതിലുള്ള ഈ ലിഗാൻഡ്സ് ഒക്കെ സെയിം ലിഗാൻഡ്സ് ആയിരിക്കും. ഇപ്പൊ ഡോണർ ആറ്റംസ് ഒക്കെ എന്തായിരിക്കും? ഡോണർ ആറ്റംസ് ആണല്ലോ നമ്മളെ ലിഗാൻഡ്സ്. ഇവരൊക്കെ സെയിം എന്താണ് മോളിക്യൂൾസ് ആയിരിക്കും. സെയിം മോളിക്യൂൾസ് ആയിരിക്കും എന്ത് ഇവരെ അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് എന്ത്? ഹോമോലെപ്റ്റിക്. ഒരു ഡിഫറെന്റ് NH3 ഉണ്ട്, Cl2 ഉണ്ട്. രണ്ടും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ലിഗാൻഡ്സ് ആണ്. അപ്പൊ 2 ഡിഫറെന്റ് ലിഗാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെന്തായി മാറും? ഹെട്രോലെപ്റ്റിക് ആയിട്ട് മാറും. സെയിം ആണെന്നെങ്കിൽ അവരെന്തായിട്ട് മാറും? ഹോമോലെപ്റ്റിക്. ഡിഫറെന്റ് ആണെങ്കിൽ ഹെട്രോലെപ്റ്റിക്. ഇങ്ങനെയാണ് വരാം. അപ്പൊ ഇവരെന്തായി മാറും? ഹോമോലെപ്റ്റിക് ആണ് ഇവര്. ഓക്കെ, ഇവർക്ക് സെയിം ആണ്. എല്ലാം NH3 ആണ്. അപ്പൊ എല്ലാം അമീനാണ്. അപ്പൊ ഇവരെന്തായി മാറി? ഇവര് ഹോമോലെപ്റ്റിക് ആയിട്ട് മാറി. ഓക്കെ, ഇവരുടെ NH3 ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ക്ലോറൈഡ് ഉണ്ട് അല്ലെ? NH3 ഉണ്ട്, Cl2 ഉണ്ട്. അപ്പൊ ഇവരെന്തായി? 2 ഉള്ളതുകൊണ്ട് തന്നെ 2 ഡിഫറെന്റ് ആയതുകൊണ്ട് ഇവരെന്തായി മാറി? ഹെട്രോലെപ്റ്റിക് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എന്താണ്? സെയിം ലിഗാൻഡ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ എന്തായിരിക്കണം? സെയിം ലിഗാൻഡ്സ് അല്ലെങ്കിൽ സെയിം ഡോണർ ആറ്റം ആയിരിക്കണം. ഇവിടെയോ
ഡിഫറെന്റ് ആയിട്ടുള്ളതാവണം. ഡിഫറെന്റ് ലിഗാൻസ് അല്ലെങ്കിൽ ഡോണർ ആറ്റംസ് ആയിരിക്കണം. ഇതാണ് എന്ത് നമ്മുടെ ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഹോമോലെപ്റ്റിക് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ മെറ്റൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോട് ബൈൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കണം, സെയിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. NH3 ആണെങ്കിൽ എല്ലാം NH3 ആയിരിക്കണം, CH2 ആണെങ്കിൽ എല്ലാം CH2 ആവണം, OH ആണെങ്കിൽ എല്ലാം OH ആവണം. ഓക്കെ, ഹെട്രോലെപ്റ്റിക് ആകുമ്പോഴോ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാവണം. ഇപ്പൊ എന്താണ് ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ എന്തിന്റെ NH3 ഉണ്ട്, CH2 ഉണ്ട്. ഇങ്ങനെ എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാവണം നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോട് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എന്ത് ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്, റൈറ്റ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട്സ്. ഇവരുടെ കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് ഡോണർ ആറ്റംസ് ആണ്. ഓക്കെ, നമ്മുടെ ഈ മെറ്റൽ ആറ്റത്തിനോട് ബൈൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഡോണർ ആറ്റംസിനെ നമ്മൾ എന്തെന്ന് പറയാം, നമ്മൾ പറയുന്നത് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, കോർഡിനേഷൻ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് ഡോണർ ആറ്റംസ് ആണ്. ഓക്കെ, കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡോണർ ആറ്റംസ് ടു ദ മെറ്റൽ. ആ മെറ്റൽ ആറ്റത്തിനോട് ബൈൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് എന്ത് ഡോണർ ആറ്റംസിനെ നമ്മൾ എന്തെന്ന് പറയാം, കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. നമ്പർ ഓഫ് ഡോണർ ആറ്റം. നമുക്ക് ഓരോന്നിൻ്റെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് CuCN 4 times 3-. ഇതിന് നമുക്ക് എന്തിനെ കാണണം, ഈ ഒരു ഇതില് നമുക്ക് കാണേണ്ടത് നമ്മുടെ കോപ്പറിന്റെ കോർഡിനേഷൻ നമ്പർ. അപ്പൊ കോപ്പർ എത്ര ഇതിനോട് ബൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം യൂണിഡെൻഡേറ്റ് ആണെങ്കിൽ ഒറ്റ ഡോണർ ആറ്റം ഉണ്ടാവുള്ളൂ, ബൈഡെൻഡേറ്റ് ആണെങ്കിലോ 2 എണ്ണം ഉണ്ടാകും, പോളി ആണെങ്കിലോ അവർ മോർ ദാൻ 2 ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, നമ്മളെ CN എന്ന് പറയുന്നത് എന്താണ്, യൂണിഡെൻഡേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു EN-ഉം C2O4 2- എന്താണ്, അത് ബൈഡെൻഡേറ്റ് ആണ്, EDTA പോളിഡെൻഡേറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്താണ്, മോണോഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. അപ്പൊ നമ്മുടെ CN എന്തായിരിക്കും, മോണോഡെൻഡേറ്റ് ആണ്. മോണോഡെൻഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഡോണർ ആയിട്ട് അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്, 4 CN- ഉണ്ട്. അപ്പൊ ഇവരുടെ കോപ്പറിന്റെ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും, 4 ആയിരിക്കും. കാരണം നമ്മുടെ കോർഡിനേഷൻ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡോണർ ആറ്റംസ് ആണ്. അപ്പൊ ഇവിടെ CN ഒറ്റ ഡോണർ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ എത്ര ഇവിടെ CN 4 CN ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും, 4 ആയിരിക്കും ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. നെക്സ്റ്റ് നോക്കാം, കൊബാൾട്ട്. കൊബാൾട്ട് CuEn twice C2O4 Cl. ഓക്കെ, ഇത് നോക്കാം. നമ്മൾ EN എന്താണ്, EN ബൈഡെൻഡേറ്റ് ആണ്. EN എത്ര ഡോണർ ആറ്റത്തിനോട് ഇതാക്കും, 2 ഡോണർ ആറ്റം ഉണ്ടാവും എന്ത് EN-ന്. അപ്പൊ നമുക്ക് 2 ഡോണർ ആറ്റം ഉണ്ട്. ഇതെന്തുണ്ട്, 2 ഡോണർ ആറ്റം ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്, ഇവിടെ ഓൾറെഡി നമുക്ക് കാണാം 2 എന്തുണ്ട് EN ഉണ്ട്. അപ്പൊ 2 × 2 4. പിന്നെ എന്താണ്, നമ്മൾ C2O4 എന്താണ്, ഒരു ബൈഡെൻഡേറ്റ് ആണ്. അപ്പൊ ഇവർ എത്ര ഡോണർ ആറ്റം ഉണ്ടാവും, ഇവർക്ക് 2 എണ്ണം ഉണ്ടായിരിക്കും. C2O4-ന് എത്ര ഉണ്ടാവും, C2O4-നും അതുപോലെ തന്നെ 2 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ കോർഡിനേഷൻ നമ്പർ എടുക്കുന്ന സമയത്ത് എന്താവും, 4 + 2 = 6 വരും. അപ്പൊ 6 ആയിരിക്കും ഇവരുടെ എന്ത് വരിക, കോർഡിനേഷൻ നമ്പർ. കാരണം ഇവിടെ എന്തുണ്ട്, EN-ഉം C2O4-ഉം ആണ്. EN എന്താണ്, ബൈഡെൻഡേറ്റ് ആണ്. C2O4 എന്താണ്, നമ്മുടെ ബൈഡെൻഡേറ്റ് ആണ്. അപ്പൊ 2 ബൈഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ, ബൈഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, 2 ഡോണർ ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായി, ഇവരുടെ ഒരു C2O4 ആണെങ്കിൽ കൂടി ഇവർക്ക് നമുക്ക് എന്തെടുക്കണം, നമ്മൾ 2 ആക്കി എടുക്കണം. കാരണം ഇവർക്ക് 2 ഡോണർ ആറ്റം ഉണ്ട്. ഓക്കെ, EN-ന് ഓൾറെഡി എന്തുണ്ട്, 2 ഡോണർ ആറ്റം ഉണ്ട്. അതുപോലെ ഇവിടെ 2 EN ഉണ്ട്. അപ്പൊ നമ്മൾ × 2 ചെയ്യണം. അതിന് നമുക്ക് എന്ത് കിട്ടി, 4 + 2 = 6 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഒരാളും കൂടി ഉണ്ട്, നിക്കൽ. നിക്കലിന്റെ നോക്കാം, NiCN പിന്നെന്താ 4 2-. ഇതാണ്. ഓക്കെ, CN നമ്മൾ ഓൾറെഡി പറഞ്ഞു, CN-ന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം CN-ന്റെത്. നിക്കലിന്റെ എന്താണ്, CN-ന്റെ എന്താണ് മോണോഡെൻഡേറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും, അവർക്ക് ഇവിടെ 4 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും, 4 ആയിരിക്കും വരിക. ഓക്കെ, ക്ലിയർ അല്ലേ, കോർഡിനേഷൻ നമ്പർ ക്ലിയർ അല്ലേ? നമ്മൾ എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡോണർ ആറ്റം, എത്ര ഡോണർ ആറ്റം, എത്ര ലിഗാൻസ് അതിലുണ്ട്, അതിന്റെ എണ്ണാണ് എന്ത് ഇവിടെ ചോദിക്കുന്നത്. ലിഗാൻസ് പ്ലസ് എത്ര ഡോണർ ആറ്റംസ്, അവർ എത്ര ഡൊണേറ്റ് ചെയ്യുന്നത്. മോണോഡെൻഡേറ്റ് ആണെങ്കിൽ ഒറ്റ ഡോണർ ആറ്റം ഉണ്ടാവുള്ളൂ, ബൈഡെൻഡേറ്റ് ആണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും, പോളിഡെൻഡേറ്റ് ആണെങ്കിൽ 4 എണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ CN എന്ന് പറയുമ്പോൾ അത് മോണോഡെൻഡേറ്റ് ആയതുകൊണ്ട് 1 ആണ്, പോരാതെ ഇവിടെ 4 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 4 ആയി. EN ആകുമ്പോൾ 2 എണ്ണം ഉണ്ട്, ഓൾറെഡി അതിന് 2 ഡോണർ ആറ്റം ഉണ്ട്. അതുപോലെ തന്നെ C2O4-ഉം 2 ഡോണർ ആറ്റം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 6 കിട്ടി. ഓക്കെ, അങ്ങനെ ഇത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ആ ടൈപ്പ് ഓഫ് ലിഗാൻഡ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്,
Write the difference between double salt and a coordination compound. Mention any two applications of coordination compound. Double salt അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടും. ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡബിൾ സോൾട്ട്, രണ്ട് ഡബിൾ സോൾട്ട്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ സിമ്പിൾ സോൾട്ടിനൊക്കെ കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടുക? ഡബിൾ സോൾട്ട് കിട്ടാം. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം, ഇതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വിചാരിക്കുക. ഇതിന് ചുറ്റും ലിഗാൻസ് എന്ത് ചെയ്യും? കോർഡിനേഷൻ ബോണ്ട് വെച്ചിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പൊ ഇത് നമ്മളെ ഡിഫറൻസ് മനസ്സിലായോ? ഡബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ സാൾട്ടുകൾ ഫുൾ കൂടി ചേർത്താണ് എന്തുണ്ടാവുക? നമ്മുടെ ഡബിൾ സാൾട്ട് ഉണ്ടാവുക. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴോ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ലിഗാൻസ് വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാവുക. ഇതാണ് എന്ത് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ ഈ ഡബിൾ സാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിൽ എല്ലാതും എന്ത് ചെയ്യും? വാട്ടറിൽ ഡിസോസിയേറ്റ് അലിഞ്ഞു പോകും. പക്ഷെ നമ്മുടെ എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് അവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവർ എന്തെങ്കിലും വാട്ടറിൽ അങ്ങനെ എന്തെങ്കിലും ഡിസോൾവ് ചെയ്താൽ പോലും അവരെന്തെയില്ല, അവർ സ്പ്ലിറ്റ് ആയി പോകില്ല, അവർ അങ്ങനെ തന്നെ നിൽക്കും. അവരെന്തില്ല, ഇറ്റ് ഡസ് നോട്ട് ഡിസോസിയേറ്റ്. ഇതാണ് ഇവ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും. ഓക്കെ, അപ്പൊ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് സിമ്പിൾ സോൾട്ട്. എന്ത്? സിമ്പിൾ സോൾട്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഡബിൾ സോൾട്ട്സ് ഉണ്ടാവുന്നത്. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടോ ഫോംഡ് ബൈ എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റം എന്ത് ചെയ്യും? ആറ്റം ബൈൻഡ് ടു ലിഗാൻസ്, അല്ലേ? ലിഗാൻസിനോട് ബൈൻഡ് ചെയ്തിട്ട് എങ്ങനെ? ത്രൂ കോർഡിനേഷൻ ബോണ്ട് വഴി എന്ത് ചെയ്യും? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോട് ലിഗാൻസ് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട് കിട്ടുന്നത്. ഇതെന്താ? ഇത് പെട്ടെന്ന് വെള്ളത്തിലിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. എല്ലാവരും വെള്ളത്തിൽ അലിഞ്ഞു പോകും. ഡബിൾ സോൾട്ട് ഇറ്റ് ഡിസോസിയേറ്റ് ഈസിലി. പെട്ടെന്ന് ഇവരെന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ആയി മാറും. ഇറ്റ് വിൽ നോട്ട് ഡിസോസിയേറ്റ്. ഇതെന്തില്ല, ഇത് ഡിസോസിയേറ്റ് ചെയ്ത് പോകൂല. ഇതാണ് എന്ത് ഇവ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പം ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. എന്താണ് ഇത്? നമ്മുടെ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണിത്. എന്ത് കമ്പൈൻ ചെയ്തിട്ടാണ്, സിമ്പിൾ സോൾട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മൾ ഡബിൾ സോൾട്ട്. അതുപോലെ തന്നെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോട് ലിഗാൻസ് ബൈൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എനിക്ക് ചോദിച്ചിട്ടുള്ളത് മെൻഷൻ എനി ടു ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് കൊടുക്കാം. ഇപ്പൊ ഡബിൾ സോൾട്ടിന് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സോൾട്ട്, നമ്മുടെ മോർ സാൾട്ട് കൊടുക്കാം. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഏതെങ്കിലും ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ കൊബാൾട്ട് NH3 twice Cl3. ഇങ്ങനെ ഏതെങ്കിലും ഒരു എന്ത് കൊടുക്കാം? കോർഡിനേഷൻ കോമ്പൗണ്ട് കൊടുക്കാം. ഇതൊക്കെ ഇതിന് എന്താണ്? എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ മെഡിസിനിലാണ്. മെഡിസിനിൽ നമ്മുടെ എന്താണ്? ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സിസ്പ്ലാറ്റിൻ. അപ്പൊ സിസ്പ്ലാറ്റിൻ എന്താണ്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻ. എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ സിസ്പ്ലാറ്റിൻ എന്താണ്? വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത്? നമ്മുടെ സിസ്പ്ലാറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് എന്ത്? സിസ്പ്ലാറ്റിൻ used for the treatment of cancer. Okay, നെക്സ്റ്റ് ആണ് നമ്മൾ എന്താ? വാട്ടറിന്റെ ഹാർഡ്നെസ്. നമ്മൾ പറഞ്ഞു EDTA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഈ EDTA നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാട്ടറിന്റെ ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് അതിനും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് യൂസ് ചെയ്യാൻ പറ്റും. കാരണം EDTA എന്താണ്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. മെഷർ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഇതെന്ത് ചെയ്യും? നമുക്ക് ഹാർഡ്നെസ്, വാട്ടറിന്റെ ഹാർഡ്നെസ്സിന് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസിനൊക്കെ മെറ്റൽസിനൊക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്.
ഇത്രയാണ് എന്ത് ഇതിന്റെ ആപ്ലിക്കേഷനിൽ വരുന്നത് മെയിൻ ആയിട്ട്. അപ്പോൾ ഒരു 2-3 ആപ്ലിക്കേഷൻ എങ്കിലും പഠിച്ചു വെക്കുക. ഇതിലേക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, IUPAC നെയിം എഴുതാൻ എന്താവും? നിങ്ങൾക്ക് എന്തായാലും എന്ത് വരും? എക്സാമിന് ക്വസ്റ്റ്യൻ വരും. നമ്മുടെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഓൾമോസ്റ്റ് 10 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പൊ എന്തായാലും എന്തുണ്ടാവും? IUPAC നെയിം എഴുതാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് എടുക്കാം. ഫസ്റ്റ് ഏതാണ്? കോബാൾട്ട്, NH3, 4H2O, Br2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ എഴുതുന്ന സമയത്ത് നമുക്കൊരു കോമ്പൗണ്ട് ഈ ഒരു രീതിയിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്മുടെ മെറ്റലും ലിഗാൻസും ആണ്. ഫസ്റ്റ് ഒരു കോമ്പൗണ്ടിന്റെ ഫസ്റ്റ് നമുക്ക് മെറ്റലും ലിഗാൻസും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഫസ്റ്റ് നമ്മുടെ ലിഗാൻസിന് എഴുതണം, എന്നിട്ട് നമ്മുടെ സെൻട്രൽ മെറ്റലിന് എഴുതണം, എന്നിട്ടാണ് നമ്മൾ ഈ പുറത്തുള്ള ആള് എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഫസ്റ്റ് നമ്മുടെ മെറ്റലും എന്താണ് ലിഗാൻസും ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലിഗാൻസിന് എഴുതണം, പിന്നെ നമ്മുടെ മെറ്റലിന് എഴുതണം, പിന്നെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി കൊടുക്കണം, എന്നിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളിത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ലിഗാൻസിന് എഴുതണം. ലിഗാൻസ് ആരൊക്കെയാണ്? NH3 4 ടൈംസ് അല്ലെ, 4 NH3 ഉണ്ട്. അപ്പൊ എന്താണ്? ടെട്രാ അമ്മീൻ. NH3 എന്താണ്? അമ്മീൻ. ഡബിൾ M ഉണ്ട്, അമ്മീൻ. അപ്പൊ ടെട്രാ അമ്മീൻ എന്നാണ് വരിക. ടെട്രാ അമ്മീൻ. പിന്നെ ആരാണ്? വാട്ടർ, H2 നമ്മൾ എന്താ കൊടുക്കുക? അക്വ എന്നാണ് കൊടുക്കുക. ഓക്കെ, അക്വ. പിന്നെ ആരാളുള്ളത്? നമ്മൾ ബ്രോമിൻ ആണ്. ബ്രോമിൻ നമ്മൾ ബ്രോമോ. ഇപ്പൊ ഹാലോജൻസ് ആണെങ്കിൽ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ക്ലോറിഡോ, ബ്രോമോ അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ എന്താണ്? ബ്രോമോ. പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ കൊബാൾട്ട്, നമ്മുടെ സെൻട്രൽ മെറ്റലാച്ചതിന് കൊടുക്കണം. ഇനി നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി കൊടുക്കണം. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കാണാം? നമ്മൾ Br എത്രയാണ്? Br-ൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Br -1 ആണ്. അപ്പൊ ഇവിടെ എത്ര ആവും? ഇവിടെ -2 ആവും. ഇവിടെ എന്തായി? -1 ആയി അല്ലേ? പിന്നെ ഇതൊക്കെ എന്താണ്? NH3 H2O അങ്ങനെയുള്ള കോമ്പൗണ്ട്സിന്റെ ഒക്കെ എന്താണ്? 0 ആണ്. നമ്മൾ ഇത് X ആക്കി എടുത്തു. ഓക്കെ, അപ്പൊ എന്ത് വന്നു? X + -1 = എന്ത് വരും? ഇതിൻ്റെത് Br2-ൻ്റെത് നമ്മൾ 2 ആണ്. Br എന്ന് പറയുമ്പോൾ Br എന്താണ്? 1 ആണ്. അപ്പോൾ Br-ൻ്റെത് ഇവിടെ +2 ആണ്. അപ്പോൾ 2 + 1 = 3 വരും. X = എന്ത് വരും? Br-ൻ്റെത് എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? X = എന്ത് കൊടുക്കാം? 2 + 1 = 3. നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ നമ്മൾ ഇതിനെ റോമൻ ലെറ്ററിലാണ് കൊടുക്കുന്നത്, ബ്രാക്കറ്റിൽ. കോബാൾട്ട് 3. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇയാളും കൂടി എഴുതണം. ഇത് എത്രയാണ്? ബ്രോമൈറ്റ്. 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ബ്രോമൈറ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റിന്റെ പേര് ഇതാണ്, ടെട്രാ അമ്മീൻ അക്വ ബ്രോമോ കോബാൾട്ട് 3 ബ്രോമൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഇതിന്റെ IUPAC നെയിമിങ് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള എല്ലാത്തിൻ്റെതും കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് എന്താണ്? BK3Al എന്ത് വന്നു? ത്രൈസ്. ഇതാണ് എന്ത്? നമ്മുടെ നെക്സ്റ്റ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കോമ്പൗണ്ടിൽ എന്താണ്? ഫസ്റ്റ് ആണ് നമ്മുടെ K3. അതിന് ശേഷമാണ് എന്ത് വരുന്നത്? സ്ക്വയർ ബ്രാക്കറ്റ് നമ്മുടെ മെറ്റിലും ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ പേര് നെയിമിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് 2 ഇതിൽ നെയിമിംഗ് ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ സെൻട്രൽ മെറ്റലും ലിഗാൻഡ് വരാണെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഇതിന്റെ പേര് കൊടുക്കും, പിന്നെ നമ്മൾ ലാസ്റ്റ് ആളെ പേര് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇയാളെ പേര് കൊടുക്കണം. ആരാണോ ഫസ്റ്റ് കാണുന്നത് അയാളെ പേര് നമുക്ക് കൊടുക്കണം. ഇവിടെ ആരാണ് ഫസ്റ്റ് കാണുന്നത്? പൊട്ടാസ്യം ആണ്. അപ്പൊ നമ്മൾ പൊട്ടാസ്യത്തിന്റെ പേര് ഫസ്റ്റ് കൊടുക്കണം. അപ്പൊ എന്ത് വരും? പൊട്ടാസ്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ ലിഗാൻസിനെ കൊടുക്കണം. ലിഗാൻസ് ഇവിടെ എന്താണ്? ഇവിടെ നമ്മുടെ ഓക്സലൈറ്റ് ആണ്. ഇതെന്താണ്? ഇത് നമ്മുടെ ഓക്സലൈറ്റ് ആണ്. ഈ C2O4 2- നമ്മൾ എന്തെന്ന് പറയാ? ഓക്സലൈറ്റ്. ഇവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ 3 നമ്മൾ എന്ത് കൊടുക്കണം? ട്രൈ എന്നല്ല കൊടുക്കുക, നമ്മൾ ട്രിസ് എന്നാണ് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ട്രിസ് ഓക്സലറ്റോ. എന്ത് വരും? അടുത്തത് അലുമിനിയം ആണ്. അപ്പൊ നമ്മുടെ അലുമിനിയം എന്നല്ല കൊടുക്കുക, ലാസ്റ്റ് ഇങ്ങനെ വരുമ്പോ അലുമിനേറ്റ് എന്നാണ് കൊടുക്കുക. എന്താണ്? അലുമിനേറ്റ് എന്നാണ് കൊടുക്കുക. പ്ലസ് നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഓക്സിഡേഷൻ നമ്പറും കൂടി നമുക്കറിയണം. അപ്പൊ നമുക്ക് നോക്കാം. K3 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായി? ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ +1 ആണ്. അപ്പൊ ഇവിടെ
+3 കിട്ടി അല്ലേ? +3യും ഇവിടെ എന്താണ്? ഇവിടെ 6ഉം ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ x ആണ്. അപ്പൊ എന്ത് വരും? x + 6 = 3. ദെൻ x എന്ത് വരും? 6 - 3 വരുമ്പോൾ 3 ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് കൊടുക്കുക. അപ്പൊ 3 വരും. ഇതാണ് എന്ത്? ഇതിന്റെ നെയിമിങ്. എങ്ങനെയാണ്? പൊട്ടാസ്യം ട്രീസ് ഓക്സലേറ്റ് ടു അലുമിനേറ്റ്. ട്രീസ് ഓക്സലേറ്റ് ടു അലുമിനേറ്റ്. ഇങ്ങനെയാണ് എന്ത്? ഇതിന്റെ പേരിങ് നെയിമിങ് വരിക. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ പൊട്ടാസ്യം, നമ്മുടെ പുറത്തുള്ള ആളാണ് ഫസ്റ്റ്. അപ്പൊ പുറത്തുള്ള ആൾ ഫസ്റ്റ് ആകുമ്പോൾ അയാളുടെ പേരാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ഇതിൽ ഒരു എന്താണ് കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ആൾ പോസിറ്റീവും പിന്നെ കാണുന്ന ആൾ നെഗറ്റീവും ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഇയാൾ ഇവിടെ നെഗറ്റീവ് ആക്കാം. അപ്പൊ എന്ത് വന്നു? x - 6 = 3 വരും. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ എന്ത് വരും? K3Al(C2O4) 3 അല്ലേ? ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മുടെ പൊട്ടാസ്യത്തിന് കൊടുക്കണം, പിന്നെ നമ്മുടെ എന്ത് കൊടുക്കണം? നമ്മുടെ ലിഗാൻസിന് കൊടുക്കണം, പിന്നെ എന്ത് കൊടുക്കണം? അലുമിനിയത്തിന് കൊടുക്കണം. അങ്ങനെയാണ് എന്ത്? നമ്മുടെ ഫസ്റ്റ് ഇയാളാണെന്ന് വരുന്നത്. ഇയാൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇയാൾ എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത ആളത് നോക്കാം. മൂന്നാമത്തെ ആളാണ് K4. അതും ഈ സെയിം രീതിയിലുള്ള ആളാണ് K4 FeCN6. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതെന്ത് വരും? ഇതിൽ നമ്മൾ എന്ത് കൊടുക്കണം? ആദ്യം നമ്മൾ പൊട്ടാസ്യത്തിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ പൊട്ടാസ്യം, പിന്നെ ആരാണ്? പിന്നെ Fe ആണ് വരുന്നത്. Fe പിന്നെ നമ്മുടെ എന്താണ്? CN നമ്മൾ എന്താ പറയാ? സയനോ. ഓക്കെ, ഇവിടെ എത്ര ഉണ്ട്? 6 ഉണ്ട്. 6 ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഹെക്സാ സയനോ. പൊട്ടാസ്യം ഹെക്സാ സയനോ. നമ്മൾ Fe നമ്മൾ എന്ത് പറയും? ഫെറൈറ്റ് എന്ന് പറയും. ഓക്കെ, ഫെറൈറ്റ്. അയൺ എന്നല്ല പറയാം, നമ്മളിവിടെ ഫെറൈറ്റ്സ് എന്നാണ് പറയാ. കാരണം ഇവിടെ ലാസ്റ്റ് ആണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ഈ K4 ഫസ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് ആണ് നമ്മൾ എന്താണ് സെൻട്രൽ മെറ്റലായിട്ട് കൊടുക്കേണ്ടത്. അത് എന്ത് വരും? ഫെറൈറ്റ്സ് എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇനി ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്ത് വന്നു? +4 വന്നു അല്ലേ? +4 x, ഇവിടെ -1 ആണ്. ഓക്കെ, അപ്പൊ എന്ത് വരും? x എന്ത് വരും? x + 6 = 4 വരും. x = 4 - 6 എന്ത് വരും? 2 വരും. അപ്പൊ നമ്മുടെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടി? 2 കിട്ടി. ഇതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കാം, നമ്മൾ +1 നമ്മൾ റിഡോക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു രീതിക്ക് നമ്മൾ ഇവിടെ എന്ത് കാണുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇതിൻ്റെതും കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് കോമ്പൗണ്ട് നോക്കാം. ലാസ്റ്റ് കോമ്പൗണ്ട് നമ്മുടെ നിക്കലിൻ്റെതാണ്. NiCN4. CO4 ആണ്. CO4. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോമ്പൗണ്ട്. അപ്പൊ ഇതിൻ്റെ എങ്ങനെ എഴുതും? ഇത് നമ്മുടെ ഫസ്റ്റ് ചെയ്ത മോഡലാണ് അല്ലേ? ഫസ്റ്റ് നമ്മുടെ സെൻട്രൽ മെറ്റലാറ്റം വരുന്ന ആ ഒരു മോഡലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ആര് എഴുതണം? നമ്മുടെ ലിഗാൻസിന് എഴുതണം. ലിഗാൻസ് ഇവിടെ ആണ്? കാർബണൈലാണ്. അപ്പൊ കാർബണൈൽ നമ്മൾ എന്ത് കൊടുക്കും? കാർബണൈൽ. CO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ്. അപ്പൊ അതിന് നമ്മൾ കാർബണൈൽ എന്നാണ് പറയാം. ഓക്കെ, എന്താണ്? കാർബണൈൽ. അപ്പൊ എന്ത് വരും? കാർബണൈൽ. പക്ഷെ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ നമുക്ക് 4 കാർബണൈൽ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ഫസ്റ്റ് നമ്മുടെ സംഖ്യ കൊടുക്കണം. അപ്പൊ എത്രയാണ്? ടെട്രാ കാർബണൈൽ അല്ലേ? ടെട്രാ കാർബണൈൽ. പിന്നെന്താണ്? നമ്മുടെ മെറ്റൽ ഏതാണ്? നിക്കലാണ്. ടെട്രാ കാർബണൈൽ നിക്കൽ. നമുക്ക് ഇതിന്റെ എന്ത് വേണം? ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി എഴുതണം. ഓക്കെ, നമ്മുടെ ഇതിനെ നമ്മൾ എന്താക്കി എടുത്തു? ഇത് x ആണ്. നമ്മൾക്കറിയാം CO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ എന്താണ്? H2O, എന്താണ് NH3, CO ന്റെ ഒക്കെ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x = 0 കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? നിക്കലിൻ്റെത് 0 കൊടുത്തു. ഇങ്ങനെയാണ് എന്ത്? നമ്മൾ ഇതിന്റെ IUPAC നെയിമിങ്. നമുക്കൊരു ഫോർമുല, അതിന്റെ കെമിക്കൽ ഫോർമുല തന്നിട്ട് അതിന് നമുക്ക് IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് കൊടുക്കുക. K3 ആണ് ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പൊട്ടാസ്യത്തിന് എഴുതണം, പിന്നെ നമ്മുടെ ലിഗാൻസിനെ, പിന്നെ ലാസ്റ്റ് ആണ് എന്ത് വരാം? നമ്മുടെ സെൻട്രൽ മെറ്റലാറ്റം വരാം. പക്ഷേ സെൻട്രൽ മെറ്റലാറ്റം നമ്മുടെ ലിഗാൻസും കൂടിയുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മുടെ ലിഗാൻഡ്, പിന്നെ സെൻട്രൽ മെറ്റലാറ്റം, പിന്നെയാണ് ഇത് വരാം. നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് പോലെ പിന്നെയാണ് ഈ ബ്രോമേറ്റ് വരാം. ഓക്കെ, അപ്പൊ 2 രീതിയിലാണ് നമ്മൾ നെയിമിംഗ്. 2 രീതിയിലുള്ളത് നമ്മൾ ചെയ്തു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം.
നെക്സ്റ്റ് എന്താണ്, നമ്മുടെ IUPAC നെയിമിംഗ് തന്നിട്ട് അതിന്റെ ഫോർമുല കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതന്നെയാണ് റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ഫോളോവിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പൊ നമുക്ക് എന്തുണ്ട്, ഓരോന്നിന്റെയും IUPAC നെയിമിംഗ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് വേണം, ഇതിന്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്, പെൻറ്റാ അമീൻ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ് ആണ്. പെൻറ്റാ അമീൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം പെൻറ്റാ അമീൻ എന്ന് പറയുമ്പോൾ അമ്മീൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, NH3 ആണ്. അപ്പൊ NH3 എത്ര ഉണ്ട്, NH3 5 ആണ്. പിന്നെ ക്ലോറിഡോ കൊബാൾട്ട്, അപ്പൊ ക്ലോറിഡോ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവിടെ ക്ലോറിൻ ഉണ്ട്. ആ ക്ലോറിൻ എന്തായിരിക്കും, പെൻറ്റാ അമീൻ ക്ലോറിഡോ. ക്ലോറിഡോ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ക്ലോറിൻ ഉണ്ട് അവിടെ. പിന്നെ കൊബാൾട്ട്, അപ്പൊ കൊബാൾട്ട് ആണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ ഇതായിട്ട് വരുന്നത്. പിന്നെ എന്തുണ്ട്, ക്ലോറൈഡും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്ത്, ഇത് പെൻറ്റാ അമീൻ ക്ലോറിഡോ ക്ലോറൈഡ്. അപ്പൊ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് നമുക്ക് ഇതിന് എന്തില്ല, ഇതിന്റെ ഈ ഒരു 2 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടോട്ടൽ കാണാം. ഓക്കെ, നമുക്ക് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +3 ആണ്. ഓക്കെ, ഇതെന്താണ്, ഇത് 0 ആണ്. Clൻ്റെതോ -1 ആണ്. അപ്പൊ +3 -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക, ഇവിടെ 2 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് കിട്ടണം. ഇവിടെ ഇപ്പൊ എന്ത് കിട്ടി, -2 +3 +2 കിട്ടി. ഇവിടെ എന്ത് കിട്ടണം, നമുക്ക് -2 കിട്ടണം. കാരണം രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, +2 -2, കാരണം +2 -2 = 0 അല്ല, നമുക്ക് ലാസ്റ്റ് കൂട്ടുമ്പോൾ എന്ത് കിട്ടണം, 0 കിട്ടണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തത്, 2 കൊടുത്തത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ വരിക. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്കറിയാം ഇതിൽ നമ്മുടെ എന്താണ് തന്നിട്ടുള്ളത്, ലിഗാൻഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അവരാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് പെൻറ്റാ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 അമീൻ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ക്ലോറിഡോ, അപ്പൊ എന്താണ് നമ്മുടെ ക്ലോറിൻ ആണ്. പിന്നെ നമ്മുടെ മെറ്റൽ എന്താണ്, കൊബാൾട്ട് 3, അപ്പൊ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പിന്നെ എന്താണ്, ക്ലോറൈഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ക്ലോറിന്റെ എത്ര ക്ലോറൈഡ് ആണെന്നുള്ളതും കൂടി കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇത് നോക്കാം. ബി എന്താണ്, ഫസ്റ്റ് പൊട്ടാസ്യം ആണ് തന്നിട്ടുള്ളത് അല്ലേ. അത് വരുമ്പോൾ നമ്മൾ നെയിമിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് വരും. നോക്കാം, പൊട്ടാസ്യം ആണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പൊ പൊട്ടാസ്യം ഫസ്റ്റ് നമ്മൾ പൊട്ടാസ്യത്തിന് കൊടുത്തു കെ. നമുക്ക് അതിന്റെ സംഖ്യ എത്ര, K4 ആണോ K3 ആണോ എത്രയാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്കറിയുന്നത് എന്താണ്, പൊട്ടാസ്യം. അപ്പൊ അങ്ങനെ കൊടുത്തു. പിന്നെ ഹെക്സാസൈനിഡോ ഫെറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹെക്സാസൈനിഡോ എന്ന് പറയുമ്പോൾ എന്താണ്, 6. ഹെക്സാസൈനിഡോ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അപ്പൊ അമ്മീൻ എന്ന് പറഞ്ഞാൽ NH3 ആണ്, കാർബണൈൽ എന്ന് പറഞ്ഞാൽ CO ആണ്, സയനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CN ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു IUPAC നെയിമിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഹെക്സാസൈനിഡോ, അപ്പൊ എന്താണ്, 6 സൈനോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഫെറൈറ്റ് നമുക്കറിയാം അത് അയൺ ആണ്. അപ്പൊ നമ്മുടെ ഇതിനെ ഇവിടെ കൊടുത്തു. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് എന്തറിയണം, ഹെക്സാസൈനിഡോ ഫെറൈറ്റിന്റെ +3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര K4 K3 ആണോ ഇതാണോ എഴുതണം. അല്ലെങ്കിൽ എന്തില്ല, നമുക്ക് ഇതിന് മാർക്ക് കിട്ടില്ല, ഇത് പൊട്ട തെറ്റാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ട തെറ്റാണ്. നമുക്ക് ഇവിടെ എത്രയാണെന്ന് കിട്ടണം, അതും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ അവർ പറഞ്ഞു എന്താണ്, ഇത് +3 ആണ്. ഓക്കെ, നമുക്ക് ഇതെന്താണ്, സൈനോ ഗ്രൂപ്പിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ എന്താണ്, ഇവിടെ +3 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം, -3 വരണം അല്ലെ. കൂടി കൂട്ടിയിട്ട് നമുക്ക് 0 കിട്ടണം. അതുകൊണ്ട് നമ്മുടെ K എന്തായിട്ട് മാറും, K3 ആയിട്ട് മാറും അല്ലെ. സോറി, K3. സൈനോ ഗ്രൂപ്പിന്റെ -1 ആണ്. സോറി, സൈനോ ഗ്രൂപ്പിന്റെ എന്താണ്, -1 ആണ്. -1 പറയുമ്പോൾ -6 ആണ് വരിക അല്ലേ. എഫിൻ്റെത് 3 ആണ്, ഇതിൻ്റെത് -6 ആണ്. അപ്പൊ ഇതെന്ത് വരും, ഇവിടെ 3 തന്നെ വരും. ഓക്കെ, K3 തന്നെ വരും. K3 FeCN 6 ടൈംസ്. ഇങ്ങനെയാണ് എന്ത് വരിക, ഇതിന്റെ നെയിമിങ് വരിക. ക്ലിയർ അല്ലേ? എന്ത് വരും, K3 FeCN -6. കാരണം നമുക്ക് ഇവിടെയും കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് വരണം, 0 കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ +3 ആവുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും -3 വരണം. ഓക്കെ, എന്നാൽ എന്തായി മാറുള്ളൂ, 0 ആയിട്ട് മാറുള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ കിട്ടണം. അപ്പൊ രണ്ടെണ്ണം ക്ലിയർ അല്ലേ. മൂന്നാമത്തെ നോക്കാം. സി എന്താണ് ക്വസ്റ്റ്യൻ, ടെട്രാ കാർബണൈൽ നിക്കൽ. ടെട്രാ കാർബണൈൽ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 4 കാർബണൈൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് അത് ഇതാ, ടെട്രാ കാർബണൈൽ എന്ന് പറയുമ്പോൾ 4 കാർബണൈൽ. കാർബണൈലിന്റെ ഫോർമുല എന്താണ്, CO. ടെട്രാ എന്ന് പറയുമ്പോൾ 4. പിന്നെ എന്താണ്, നിക്കലിൻ്റെത് 0. നിക്കൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത്
എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം 0 ആണ്, കാർബണൈൽ ഗ്രൂപ്പിന്റെ 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത്ര ഉള്ളതിൻ്റെ NiCO4 ടൈംസ് ടെട്രാ കാർബണൈൽ നിക്കൽ. നമുക്കറിയാം അതിന്റെ IUPAC എന്താണ്, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ഇതിന് ചെയ്യാനില്ല. നെക്സ്റ്റ് ഇത് എന്താണ്? ഡി ആണ്. ഡി എന്താണ്? പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ സിങ്കേറ്റ്. പൊട്ടാസ്യം ഹെക്സാ ടെട്രാ ഹൈഡ്രോക്സിഡോ സിങ്കേറ്റ്. പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ സിങ്കേറ്റ് വരുമ്പോ എന്ത് വരും നോക്കാം. പൊട്ടാസ്യത്തിന് എന്ത് വരും? K വരും അല്ലേ? നമുക്ക് അതിന്റെ ഒന്നും എഴുതാനായിട്ടില്ല, ജസ്റ്റ് K എന്ന് എഴുതി വെക്കാം ഇപ്പോ. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ K നമ്മൾ എഴുതി. ഇനി എന്താണ്? ടെട്രാ ഹൈഡ്രോക്സിഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ OH ഗ്രൂപ്പ് ആണ്. ടെട്രാ ഹൈഡ്രോക്സിഡോ എന്ന് പറയുമ്പോഴോ 4 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മുടെ OH ഗ്രൂപ്പ് 4 എണ്ണം ഉണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സിങ്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിങ്ക് ആണ് അവിടെ ഉള്ളത്. ഇത്ര എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാരണം നമുക്ക് പൊട്ടാസ്യത്തിൽ എത്ര പൊട്ടാസ്യം ഉണ്ടെന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. OHന്റെ എന്താണ്? 0 ആണ്. ഇതോ സിങ്കിന്റെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ എത്രയാണ്? +2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ +2 ആണെങ്കിൽ അവിടെ എന്ത് വരണം? അവിടെയും 2 വരണം, എന്നാലേ എന്തായി മാറുള്ളൂ? 0 ആയിട്ട് മാറുള്ളൂ. അപ്പൊ അവിടെ എന്ത് വന്നു? K2ന്റെ എന്ത് കിട്ടി? 2 കിട്ടി. ഓക്കെ, ഇങ്ങനെ ഈ K2ന് 2 കൊടുത്താലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്താണ്? അത് പൊട്ട തെറ്റായിട്ട് മാറും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊട്ടാസ്യം മാത്രം വെറുതെ K മാത്രം എഴുതിച്ചുകൊണ്ട് കാര്യമില്ല, അതിന്റെ ആ നമ്പറും കൂടി എന്ത് ചെയ്യണം? എഴുതണം, അത് മറക്കരുത്. നെക്സ്റ്റ് ആണ് ടെട്രാ അമീൻ അക്വാ ക്ലോറിഡോ കൊബാൾട്ട് ക്ലോറൈഡ്. അപ്പൊ ടെട്രാ അമീൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 അമീൻ ഉണ്ട്. ടെട്രാ അമീൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 4 അമീൻ അല്ലേ? ടെട്രാ അമീൻ 4 അമീൻ ഉണ്ട്. പിന്നെന്താണ്? അക്വ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ H2O ആണ്. അക്വ. പിന്നെ ആരാണ് പറഞ്ഞിട്ടുള്ളത്? അക്വ കഴിഞ്ഞിട്ട് ആരാണ്? ക്ലോറിഡോ. ഇന്നും ആൾക്കാരുണ്ട്, കുറെ ലിഗാൻസ് ഉണ്ട് കേട്ടോ അവിടെ. ക്ലോറിഡോ. പിന്നെ ആരാ? കൊബാൾട്ട് ക്ലോറൈഡ്. പിന്നെ നമ്മുടെ കൊബാൾട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെറ്റലും ലിഗാൻഡും. പിന്നെ ലാസ്റ്റ് ക്ലോറൈഡിന് Cl2. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത് നമ്മുടെ ഒരു IUPAC നെയിമിംഗ് തന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ കെമിക്കൽ ഫോർമുലയിലേക്ക് വരുമ്പോൾ. അപ്പൊ കെമിക്കൽ ഫോർമുലയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, ഈ പൊട്ടാസ്യത്തിന്റെ കാര്യം വരുമ്പോഴാണ്. ഈ K വരുന്ന സമയത്ത് അവിടെ എന്താ നമ്പർ ഇടാൻ മറക്കരുത്. ബാക്കിയൊക്കെ എന്താണ്? നമ്മുടെ ഈ നെയിമിംഗ് ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അമ്മി എന്ന് പറഞ്ഞാൽ NH3 ആണ്, ക്ലോറിഡോ എന്ന് പറഞ്ഞാൽ Cl ആണ്, അതുപോലെ തന്നെ ഹെക്സാ സയനിഡോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ CN ആണ്. അത് പഠിക്കണം. അതും കൂടി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എന്തുണ്ടാവും? ഈ 2 ക്വസ്റ്റ്യന് എന്തായാലും ഏതെങ്കിലും ഒന്ന് വരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് IUPAC നെയിം തന്നിട്ട് അതിന് ഫോർമുല എഴുതാനോ, അല്ലെങ്കിൽ ഫോർമുല തന്നിട്ട് IUPAC നെയിം എഴുതാനോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും എന്ത് വരും? ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് suitable എക്സാമ്പിൾ. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കാൻ ആകെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ഈ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ്. അതായത് സ്ട്രക്ചറൽ ഐസോമറിസം 4 ടൈപ്പ് ആണ് നമുക്കുള്ളത്. അയണൈസേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, സോൾവേജ് ഐസോമറിസം. ഓക്കെ, ഇങ്ങനെ 4 നമുക്ക് ഐസോമറിസം പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ ഐസോമറിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്റർചേഞ്ച് ഓഫ് അയോൺസ്. അത് നമ്മൾ എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. അയോൺസിന്റെ ഇന്റർചേഞ്ച് വഴിയാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ അയണൈസേഷൻ ഐസോമറിസം ഉണ്ടാവുന്നത്. ഫസ്റ്റതാണ് അയോണൈസേഷൻ ഐസോമറിസം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എല്ലാത്തിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഓക്കെ, എക്സാമ്പിൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. എന്തായാലും എന്തുണ്ടാവും? ഒരു എക്സാമ്പിൾ എന്നിട്ട് ഇത് അയണൈസേഷൻ ആണോ, ഏത് ഐസോമറിസം ആണെന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും ഒരു എക്സാമ്പിൾ പഠിക്കുമ്പോൾ തന്നെ അതിന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അയണൈസേഷൻ ആണോ ഏതാണ് വരാന്നുള്ളത്. ഓക്കെ, അപ്പൊ കൊബാൾട്ട് NH3, പിന്നെന്താണ്? 5BrSO4. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ പഠിച്ചു വെക്കാം. ഇതിന്റെ എന്താണ്? അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഇന്റർചേഞ്ച് ഓഫ് അയോൺസ് ആണ്. അതായത് ഇവര് തമ്മിൽ എന്ത് നടക്കും? ഇന്റർചേഞ്ച് നടക്കും. അതാണ് എന്ത്? അയോണൈസേഷൻ ഐസോമറിസം, ഇന്റർചേഞ്ച് ഓഫ് അയോൺസ്. അപ്പൊ ഇതിന്റെ ഐസോമറിസം എങ്ങനെ വരാം? എന്ത് വരും? CONH3 5 ടൈംസ് BR ന് പകരം അവിടെ എന്ത് വരും? അവിടെ ഇന്റർചേഞ്ച് നടന്നു. അപ്പൊ എന്ത് വരും? SO4. ഓക്കെ, SO4Br. ഇതാണ് എന്ത്? നമ്മുടെ അയോണൈസേഷൻ ഐസോമറിസം, ഇന്റർചേഞ്ച് ഓഫ് അയോൺസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? ഇവിടെ ഇന്റർചേഞ്ച് ഓഫ് അയോൺസ്. അയോൺസിന്റെ ഇന്റർചേഞ്ച് വഴിയാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ അയോണൈസേഷൻ ഐസോമറിസം എവിടെ? ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗത്തിനെ നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയാം. അതായത് നമ്മുടെ സെൻട്രൽ മെറ്റലാറ്റും ലിഗാൻഡും കൂടി ഒരു ഭാഗത്തിനെ നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയാം. ഈ കോർഡിനേഷൻ സ്ഫിയറിലുള്ള അയോൺസും അതുപോലെ തന്നെ പുറത്തുള്ള അയോൺസും തമ്മിൽ എന്ത് നടക്കും?
എക്സ്ചേഞ്ച് നടക്കും. അതുവഴിയാണ് എന്തുണ്ടാവുന്നത്? അയണൈസേഷൻ, ഐസോമറിസം ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ആണ് ലിങ്കേജ് ഐസോമറിസം. നെക്സ്റ്റ് എന്താണ്? ലിങ്കേജ് ഐസോമറിസം. അപ്പൊ ലിങ്കേജ് ഐസോമറിസത്തിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എല്ലാത്തിന്റെ എക്സാമ്പിൾ നമ്മൾ എന്താ കൊബാൾട്ട് വെച്ചിട്ട് തന്നെ തുടങ്ങുന്നത്. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമ്പിൾ ഈസി ആയിട്ട് പഠിക്കാം. ഒന്ന് പഠിച്ചാൽ തന്നെ മറ്റേത് കിട്ടും. NH3 എന്താണ്? ഇവിടെയും 5 ടൈംസ് തന്നെയാണ്. പിന്നെ ഈ ലിങ്കേജ് ഐസോമറിസത്തിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ആംബിഡെന്റേറ്റ് ലിഗാൻസ് ആണ്. ലിങ്കേജ് ഐസോമറിസത്തിൽ എന്താണ്? നമ്മൾ ആംബിഡെന്റേറ്റ് ലിഗാൻസിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡിനെ കൊടുത്തു. ആ സെയിം എക്സാമ്പിൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ആംബിഡെന്റേറ്റ് ലിഗാൻഡിനെ കൊടുത്തു. ആംബിഡെന്റേറ്റ് ലിഗാൻഡായിട്ട് ഞാൻ എടുക്കുന്നത് ആരാണ്? NO2 പുറത്ത് ബാക്കിയൊക്കെ സെയിം നമ്മുടെ BR തന്നെ. അപ്പൊ എന്ത് ചെയ്തു? ഇതിന് ഇവിടെ എന്താ നടക്കുന്നത്? ഇൻ വിച്ച് ഇവിടെ എന്താണ്? ആംബിഡെന്റേറ്റ് ലിഗാൻസ് വരുന്ന എന്താണ്? ഇതിനാണ് നമ്മൾ ലിങ്കേജ് ഐസോമറിസം എന്ന് പറയാം. വിച്ച് ക്യാൻ ബൈൻഡ് ടു ദ സെൻട്രൽ മെറ്റൽ ആറ്റം ത്രൂ മോർ ദാൻ 1 ഡോണർ ആറ്റം. അപ്പൊ എന്താണ്? നമ്മുടെ ലിങ്കേജ് ഐസോമറിസം ആംബിഡെന്റേറ്റ് ലിഗാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആംബിഡെന്റേറ്റ് ലിഗാൻസ് നമ്മൾ പഠിച്ചു. CN-, SC-, SCN, NCS, അതുപോലെ തന്നെ NO2, ONO. ഇത് വരുന്നതാണ് എന്ത്? നമ്മുടെ ലിങ്കേജ് ഐസോമറിസം. അപ്പൊ നമ്മൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? CO NH3 5ONO. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? ONO ആണെന്നുള്ളത് അല്ലേ? ഇവിടെ BR2 കൊടുക്കട്ടോ, എന്നാലും അതിൻ്റെ ബാലൻസ് കറക്റ്റ് ആവുള്ളൂ. BR2. ഓക്കെ, ഇതാണ് എന്ത്? ലിങ്കേജ് ഐസോമറിസം. ആംബിഡെന്റേറ്റ് ലിഗാൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ലിങ്കേജ് ഐസോമറിസം ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അയനൈസേഷൻ പറഞ്ഞു, ലിങ്കേജ് പറഞ്ഞു. ഇപ്പൊ അയനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർചേഞ്ച് ആണ്. ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആംബിഡെന്റേറ്റ് ലിഗാൻസ് വരുന്നതാണ് എന്ത്? ലിങ്കേജ് ഐസോമറിസം. ഇനി മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തതാണ് നമ്മുടെ എന്ത്? കോർഡിനേഷൻ ഐസോമറിസം. നെക്സ്റ്റ് എന്താണ്? കോർഡിനേഷൻ ഐസോമറിസം. കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻസ് ബിറ്റ്വീൻ കാറ്റോണിക് ആൻഡ് ആനോണിക് എൻറ്റിറ്റീസ്. അതായത് നമ്മുടെ ഇന്റർചേഞ്ച് നടക്കണം. അവിടെ രണ്ട് ലിഗാൻസ് എന്താണ്? മെറ്റലാറ്റും ലിഗാൻസ് രണ്ടെണ്ണം ഉണ്ടാവും. അവർ തമ്മിൽ എന്ത് നടക്കാണ്? ഇന്റർചേഞ്ച് നടക്കാണ്. അപ്പൊ എക്സാമ്പിൾ ഇടുമ്പോൾ മനസ്സിലാവും. ഇതെന്താണ്? കോർഡിനേഷൻ ഐസോമറിസം. മൂന്നാമത്തേതാണ് കോർഡിനേഷൻ ഐസോമറിസം. ഇവിടെ എന്താണ്? ഇവർ തമ്മിലുള്ള ഇത് നടക്കാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ എന്ത് വരും? CONH3 എന്ത് വന്നു? 6 ടൈംസ് വന്നു. CONH3 6 ടൈംസ്. ഇതൊരു കോമ്പൗണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? CN 6 ടൈംസ്. ഇതാണ് കോമ്പൗണ്ട്. ഇവിടെ എന്ത് നടക്കാണ്? ഇവിടെ നമ്മുടെ മെറ്റൽസ് ഇത് തമ്മിൽ ഇന്റർചേഞ്ച് നടക്കാണ്. ഓക്കെ, ഇവിടെ രണ്ട് മെറ്റൽ ഉണ്ട് അല്ലേ? ഈ മെറ്റലിനെ ഞാൻ ഇങ്ങോട്ടേക്കും ഈ മെറ്റലിനെ ഞാൻ ഇങ്ങോട്ടേക്കും കൊടുത്തു. ഇത്രയേ ഉള്ളൂ എന്ത്? കോർഡിനേഷൻ ഐസോമറിസം. അവിടെ നമ്മൾ ഇത് ലിഗാൻസ് തമ്മിൽ ഇത് നടന്ന ഇവിടെ മെറ്റൽസ് തമ്മിൽ നടന്നു. CrNH3 6 ടൈംസ്. പിന്നെയോ ഇപ്പൊ ഇവിടെ എന്തായി മാറും? COCN 6 ടൈംസ്. ഓക്കെ, ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റാം, ലിഗാൻസിന് അങ്ങോട്ടും കൊണ്ട് മാറ്റാം, അല്ലെങ്കിൽ മെറ്റൽസിന് അങ്ങോട്ടും കൊണ്ട് മാറ്റാം. എന്തായാലും ഈ കോമ്പൗണ്ട്സിന് എന്ത് ചെയ്താൽ മതി? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൊബാൾട്ടിന് ഇങ്ങോട്ടും CRന് ഇങ്ങോട്ടും കൊടുക്കാം, അല്ലെങ്കിൽ NH3 ഇങ്ങോട്ടും CN ഇങ്ങോട്ടും കൊടുക്കാം. രണ്ട് കൊടുത്താലും കിട്ടുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? കോർഡിനേഷൻ ഐസോമറിസം. ഇവിടെ രണ്ട് സെൻട്രൽ മെറ്റലാറ്റും ഉണ്ടാവും, രണ്ട് ലിഗാൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് എന്ത്? കോർഡിനേഷൻ ഐസോമറിസം. നെക്സ്റ്റ് ആണ് സോൾവേറ്റ് ഐസോമറിസം. ഈ സോൾവേറ്റ് ഐസോമറിസം എന്ന് പറയുമ്പോഴോ ഈ സോൾവേറ്റ് ഐസോമറിസം എന്താണ്? നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ്. സോൾവെന്റ് മോളിക്യൂൾസ് നമ്മൾ വാട്ടർ പോലെയുള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ സോൾവേറ്റ് ഐസോമറിസം വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? കൊബാൾട്ട് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അതാവുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവും. എല്ലാം കൊബാൾട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും? പഠിക്കാൻ ഈസി അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒക്കെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓരോന്നും പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഈ ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം. ഓക്കെ, അപ്പൊ നമുക്ക് കൊബാൾട്ട് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ പഠിക്കാം. കൊബാൾട്ട് ഞാൻ എന്ത് ചെയ്തു? H2. ഇവിടെ നമുക്ക് എന്ത് വേണം? നമ്മുടെ വാട്ടർ മോളിക്യൂൾ വേണം. അപ്പൊ 6 ടൈംസും Cl3 കൊടുത്തു. ഓക്കെ, ഈ Cl3 പുറത്താണ്. ഇവിടെ എന്തുണ്ട്? 6 വാട്ടർ മോളിക്യൂളും 3 ക്ലോറിനും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്പർ ഓഫ് സോൾവേറ്റ് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരാളെ പുറത്തേക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വന്നു? 5 വന്നു. അപ്പൊ ഒരാൾ പുറത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോറിൻ ഒരാൾ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കയറും അല്ലേ? അപ്പൊ എന്ത് വന്നു? Cl വന്നു. ബാക്കി ഇവിടെ എന്താവും? Cl2 H2O വരും. ഇനി ഞാൻ എന്ത് ചെയ്തു? രണ്ടാളെ കൊടുത്തു. അപ്പൊ എന്ത് വരും? H2O 4ഉം ഇവിടെ എന്തായി മാറും? Cl2 ആയിട്ട് മാറും അല്ലേ?
അപ്പൊ ഇവിടെ എന്തായി മാറും? Cl2H2 ആയിട്ട് മാറും അല്ലേ? ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഒരാളും കൂടി പുറത്തേക്ക് കൊടുത്തു. അപ്പൊ H2O 3 ടൈംസ് ഇവിടെ ബാക്കി ഒരാളെ ഉള്ള ആ ഒരാളും കൂടി എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കയറും. അപ്പൊ എന്ത് വരും? Cl3. പിന്നെ എന്ത് വരും? 3H2O. ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ സോൾവേറ്റ് ഐസോമറസ്. അതായത് എന്താ ഇവിടെ ഈ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യും? അവർക്ക് എത്ര ഉണ്ടോ മാക്സിമത്തിന് വെച്ചിട്ട് നമ്മൾ അവിടെ എക്സ്ചേഞ്ച് നടത്തും. ഈ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? സോൾവേറ്റ് ഐസോമറിസം വരുന്നത്. ക്ലിയർ അല്ലേ? സോൾവേറ്റ് ഐസോമറിസം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സോൾവേറ്റ് മോളിക്യൂൾസ്. സോൾവേറ്റ് മോളിക്യൂൾസിന്റെ നമ്പറിൽ വരുന്ന ഡിഫറൻസ് വരാൻ എന്തുണ്ടാവുന്നത്? സോൾവേറ്റ് ഐസോമറിസം ഉണ്ടാവുന്നത്. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആരാണ്? വാട്ടർ മോളിക്യൂൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഐസോമറിസങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് 4 ഐസോമറിസം ഉള്ളത്: അയണൈസേഷൻ, ലിങ്കേജ്, കോർഡിനേഷൻ, സോൾവേറ്റ്. അയണൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻസ്. കോർഡിനേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവിടെ 2 ലിഗാൻസും അതുപോലെ തന്നെ ഇത് തമ്മിൽ 2 എന്തുണ്ടാവും? മെറ്റൽ ആറ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കും. സോൾവേറ്റ് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾസിന്റെ നമ്പർ, അതായത് സോൾവേറ്റ് മോളിക്യൂൾസിന്റെ നമ്പറിന് വെച്ചിട്ട് നടക്കും. നെക്സ്റ്റ് ഒന്നും കൂടി ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു? ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആംബിഡനേറ്റ് ലിഗാൻസ് ഉണ്ടെങ്കിൽ അവരെന്ത് പറയും? ലിങ്കേജ് ഐസോമറിസം. ഓക്കെ, അപ്പൊ നമ്മൾ ആംബിഡനേറ്റ് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്, അത് പഠിക്കാം. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റും? ലിങ്കേജ് ഐസോമറിസം സുഖമായിട്ട് ചെയ്താൽ പറ്റും. അപ്പൊ എല്ലാം ഞാൻ കൊബാൾട്ട് വെച്ച് കൊടുക്കാൻ കാരണം ഇത് പഠിക്കാൻ ഈസി ആയിട്ടാണ്. അപ്പൊ ഇവിടെ Br കൊടുത്താൽ മതി, SO4ഉം. അപ്പൊ ലിങ്കേജ് ആവുമ്പോഴോ അവിടെ ഒരു ആംബിഡനേറ്റിന് കൊടുക്കാം, Br2 തന്നെ വെക്കാം. ഇവിടെ ഇതാവുമ്പോഴും ഇവിടെ കൊബാൾട്ട് തന്നെ NH3 6 ടൈംസ് ആക്കാം. അങ്ങനെ എല്ലാം കൊബാൾട്ട് വെച്ചിട്ടായത് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഈസിക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് കൊബാൾട്ട് NH3 4Cl2Cl. ഇതിന്റെ IUPAC നെയിം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെന്താണ് വരിക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താം. എന്താണ് വരിക? ഇവിടെ എത്രയാണ്? ടെട്ര. ഇവിടെ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതണം? ഇവിടെ ഫസ്റ്റ് പൊട്ടാസ്യം ഇല്ലല്ലോ, ഫസ്റ്റ് നമ്മുടെ സെൻട്രൽ മെത്തിലാറ്റാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഫസ്റ്റ് നമ്മൾ ലിഗാൻസിൽ എഴുതണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താണ്? അമീനാണ്. അമീൻ എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ എന്ത് വരും? ടെട്രാ അമീൻ. അമീന് 2 M ഉണ്ട്. ടെട്രാ അമീൻ. ഇവിടെ എന്ത് വരും? ക്ലോറിൻ. ക്ലോറിൻ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ എന്ത് വരും? ഡൈക്ലോറിഡോ അല്ലേ? ഡൈക്ലോറിഡോ. പിന്നെ നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ കൊബാൾട്ടിന് എഴുതണം. കൊബാൾട്ട്. പിന്നെ ഇതിന്റെ എന്ത് എഴുതണം? ഇതിന്റെ ഇത് എഴുതണം, നമ്മുടെ എന്ത് അയണൈസേഷൻ. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഇത് +0 ആണ് അല്ലേ? ഇവിടെ കാണുന്നില്ല അല്ലേ? നമുക്ക് കാണുന്നൊരു കളർ എടുക്കാം. ഇവിടെ +0 ആണ്. നമ്മൾ എന്താക്കി? X ആക്കി എടുത്തു. ഇവിടെ -2 -1 അങ്ങനെ വന്നു. അപ്പം എന്ത് വന്നു? ഇവിടെ +2. അപ്പൊ ഇത് കൂട്ടുന്ന സമയത്ത് എന്ത് വരും? X + 2 = -1 വന്നു. X = എന്തായാലും -1 -2 that is -3. അപ്പൊ എന്താണ്? X എത്രയാണ്? 3 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ കിട്ടിയ എത്രയാണ്? 3 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്ത് വരും? ക്ലോറിഡോ, ക്ലോറൈഡ്. ലാസ്റ്റ് ഒരു ക്ലോറൈഡും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി എഴുതാം. ഇതാണ് ഇതിന്റെ എന്ത്? IUPAC നെയിം വന്നിട്ടുള്ളത്. നമ്മളോട് എന്താണ്? ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് കൊബാൾട്ട് NH3 4 ടൈംസ് Cl2+. ഇതിന്റെ എന്ത് വരക്കാൻ? ജോമെട്രിക്കൽ ഐസോമേഴ്സ്. ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്താണ്? സിസും ഉണ്ട്, ട്രാൻസും ഉണ്ട്. അപ്പൊ നമുക്ക് സിസും ട്രാൻസും വരക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യം എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റലാറ്റം. സെൻട്രൽ മെറ്റലാറ്റം എന്താണ്? കൊബാൾട്ട് ആണ്. പിന്നെ നമുക്ക് എന്താണ്? NH3 എത്ര ഉണ്ട്? 4 NH3 ഉണ്ട് അല്ലേ? NH3 4 ടൈംസ് +6 ഉള്ളതുകൊണ്ട് തന്നെ ഒന്നെന്തായിരിക്കും? പോയിട്ടുണ്ടാവും. അപ്പൊ എന്ത് വരും? NH3 പിന്നെ എന്തെടുക്കാം? ഒരു NH3 കൂടി ഉണ്ട്. പിന്നെ എന്തുണ്ട്? 2 Cl ഉണ്ട്. ഇതാണ് എന്ത്? നമ്മുടെ അത്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതെല്ലാം ഒരുമിച്ച് എഴുതിയതല്ലേ? എല്ലാ NH3 ഒരുമിച്ചും എല്ലാ Cl ഒരുമിച്ചും. അപ്പൊ ഇതിനെ നമ്മൾ പറയും സിസ്. എന്താണ് പറയാ? സിസ് ഐസോമർ. ഈ ട്രാൻസ് എഴുതുന്ന സമയത്ത് നോക്കാം. ട്രാൻസ് എഴുതുമ്പോൾ കൊബാൾട്ട് നമ്മൾ ഓപ്പോസിറ്റ് കൊടുക്കുക. NH3 ഇവിടെ കൊടുത്താൽ ഇവിടെ എന്ത് കൊടുക്കാം? Cl കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം? ഇവിടെ NH3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ത് കൊടുക്കാം? Cl കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? NH3 പിന്നെ ഒരു NH3 കൂടി ബാക്കിയുണ്ട്, അത് കൊടുക്കാം. ഇതിപ്പോ ഒരുമിച്ച് തന്നെ ആയല്ലോ അല്ലേ? കൂടി കൊടുക്കാം. കൊബാൾട്ട് NH3 പിന്നെ എന്ത് കൊടുക്കാം? Cl. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ത് കൊടുക്കാം? Cl കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? NH3 പിന്നെ എന്ത് ചെയ്യാം? ഇതിന്റെ ഓപ്പോസിറ്റ് Cl ന്റെ ഓപ്പോസിറ്റ് എന്ത് കൊടുക്കുക? NH3 കൊടുക്കാം. ഇവിടെ NH3 കൂടി എക്സ്ട്രാ ഉണ്ട്. ഇതാണ് എന്ത്? ട്രാൻസ്. ഓപ്പോസിറ്റ് കൊടുക്കുന്നതാണ് ട്രാൻസ്. അത് രണ്ടെണ്ണം ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് കൊടുക്കാം. ഇവിടെ NH3 ന്റെ ഓപ്പോസിറ്റ് എന്ത് വന്നു?
Cl വന്നു. ഇവിടെ NH3ന്റെ ഓപ്പോസിറ്റ് എന്ത് വന്നു? Cl വന്നു. ഇവിടെ NH3 എക്സ്ട്രാ NH3 ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വന്നു. അപ്പൊ സിസും ട്രാൻസും വരച്ചു. ക്ലിയർ അല്ലേ? ഇതെന്താണ്? സിസ് ആണ്, ഇത് ട്രാൻസ്. ട്രാൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇവിടെ NH3ന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വന്നത്? Cl വന്നത്. ഇവിടെ NH3ന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വന്നത്? Cl വന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് വരക്കാം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് cobalt CONH3 4Cl2 ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി? അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത് ട്രാൻസ് മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലേ? ട്രാൻസ് ഐസോമേഴ്സ് മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാനുള്ളത് എന്ത് കാണിക്കുള്ളൂ? ട്രാൻസ്, അതായത് ഓപ്പോസിറ്റ് വന്നാൽ മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുള്ളൂ. അപ്പൊ എന്താണ്? സിസ് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാണിക്കൂല? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കൂല. ഓപ്പോസിറ്റ് വന്നാൽ മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുള്ളൂ. അപ്പൊ ട്രാൻസ് ഷോ എന്ത്? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, ഇതാണ് എന്ത്? ഫസ്റ്റത്തത്. ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫസ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ള IUPAC നിർമ്മിതാണ്. പിന്നെന്താണ്? ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കുമ്പോൾ സിസും ട്രാൻസും വരയ്ക്കണം. സിസ് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് എഴുതാം. മൊത്തം 4 NH3 ഉണ്ട്. ആ 4 NH3 നമ്മൾ എന്ത് ചെയ്തു? ഒരുമിച്ച് എഴുതി. പിന്നെ 2 ക്ലോറിൻ ഒരുമിച്ച് എഴുതി. ട്രാൻസ് പറയുമ്പോൾ ഓപ്പോസിറ്റ് വരയ്ക്കാം. ഓക്കെ, പിന്നെ എന്താണ്? ഏതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുക? ട്രാൻസ് ആണ് എന്ത് കാണിക്കുക? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുക. സിസ് എന്തില്ല? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കൂല. സിസിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ 3 പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വേർണേഴ്സ് കോർഡിനേഷൻ തിയറി. ഓക്കെ, അപ്പൊ വേർണേഴ്സ് കോർഡിനേഷൻ തിയറിന്റെ 3 പോസ്റ്റ്ലേറ്റ്സ്. അപ്പൊ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്തിട്ടുള്ളതാണ് വേർണർ. അപ്പൊ ഈ വേർണറിന്റെ 3 കോർഡിനേഷൻ എന്താണ്? കോർഡിനേഷൻ തിയറിയിലെ 3 പോസ്റ്റ്ലേറ്റ്സ് ആണ്. അപ്പൊ ഫസ്റ്റത്തെ തിയറിയാണ് വേർണേഴ്സ് കോർഡിനേഷൻ തിയറി. അതിലെ 3 പോസ്റ്റ്ലേറ്റ്സ് എന്താണ്? എല്ലാ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് 2 വാലൻസി ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ഒന്ന് പ്രൈമറി വാലൻസി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടാവും? സെക്കൻഡറി വാലൻസി ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. എന്താണ്? എവറി മെറ്റൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഹാവ് എന്ത്? 2 വാലൻസീസ്. അപ്പൊ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ മെറ്റൽസിന് 2 വാലൻസി ഉണ്ടായിരിക്കും. പ്രൈമറി വാലൻസി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെക്കൻഡറി വാലൻസി ഉണ്ടായിരിക്കും. ഈ പ്രൈമറി വാലൻസി എന്താണ്? അയോണൈസബിൾ ആണ്. പ്രൈമറി വാലൻസി അയോണൈസബിൾ ആണ്. സെക്കൻഡറി വാലൻസിയോ നോൺ അയോണൈസബിൾ ആണ്. അതായത് പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ എന്താണ്? ഉദാഹരണത്തിന് ഇതാണ് നമ്മുടെ മെറ്റൽ. ഇത് ലിഗാൻഡ് അല്ലെ? മെറ്റല്, ലിഗാൻഡ്, പിന്നെ എന്തുണ്ടാവും? ഇവിടെ നമ്മുടെ അയോൺസും ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ നമ്മുടെ കോമ്പൗണ്ട് ഉണ്ടാവുക. അതിൽ ഇതാണ് നമ്മുടെ സെക്കൻഡറി വാലൻസ്. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ പ്രൈമറി വാലൻസി. സെക്കൻഡറി വാലൻസി എന്ത് തരും? നമ്മുടെ കോർഡിനേഷൻ നമ്പർ അല്ലെ? നമ്മൾ എത്രത്തോളം ലിഗാൻസ് ഉണ്ടോ അതാണ് നമ്മുടെ കോർഡിനേഷൻ നമ്പർ. ഇതെന്ത് തരും? അയോൺസ് നമ്മുടെ വാലൻസി. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഓക്സിഡേഷൻ, പ്രൈമറി വാലൻസി എന്ത് തരും? ഓക്സിഡേഷൻ നമ്പറും തരും. ഓക്കെ, ഈ അയോൺസ് എന്ത് തരാം? നമുക്ക് ഓക്സിഡേഷൻ നമ്പർ, എത്ര ഓക്സിഡേഷൻ നമ്പർ, നമ്മുടെ ഈ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയും തരുന്ന ആളാണ് എന്ത്? ഈ പുറത്ത് കാണുന്ന അയോൺസ്. നമ്മുടെ ലിഗാൻഡ് നമ്മുടെ സെക്കൻഡറി വാലൻസി ആണ്. അത് നമുക്ക് തരുന്നത് കോർഡിനേഷൻ നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത്? നമ്മുടെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവാം. അതിൽ സെക്കൻഡറി വാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഗാൻഡ് ആണ്. അപ്പൊ ഈ ലിഗാൻഡ് എന്തല്ല? നോൺ അയണൈസബിൾ. ഇതിന് നമ്മൾ എത്ര വെള്ളത്തിലിട്ടാലും ഇത് മെറ്റലിന്റെ അടുത്ത് പോകില്ല, ഇങ്ങനെ നിൽക്കും. പക്ഷെ നമ്മുടെ ഈ പുറത്ത് കാണുന്ന ആളോ ഇത് അയണൈസബിൾ ആണ്. ഇത് പെട്ടെന്ന് തന്നെ അയണൈസ് ചെയ്ത് ഇത് ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് പോകും. മറ്റാൾ ഇങ്ങനെ തന്നെ നിൽക്കും. അതാണ് എന്ത്? അയണൈസബിളും നോൺ അയണൈസബിളും. അപ്പോൾ തന്നെ പ്രൈമറി വാലൻസി എന്തായിരിക്കും? നെഗറ്റീവ് അയോൺസ് ആയിരിക്കും, ആനിയോൺസ് ആയിരിക്കും. പ്രൈമറി വാലൻസി എന്തായിരിക്കും? ആനിയോൺസ്. അതായത് പ്രൈമറി വാലൻസി നമ്മൾ പുറത്ത് കാണുന്ന ആൾ എന്തായിരിക്കും? ആനിയോൺസ് ആയിരിക്കും. ബൈ ദ സെക്കൻഡറിയോ ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ് ആയിരിക്കും ആ കാണാം. ഓക്കെ, നമുക്കറിയാം H2 ഒക്കെ ആണെങ്കിൽ 0 ആണ്, പക്ഷെ CN ഒക്കെ ആണെങ്കിൽ -1 ആണ്, OH ആണെങ്കിൽ -1 ആണ്. അങ്ങനെയാണല്ലോ. അപ്പൊ അതിന് ഒന്നെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് കാണിക്കാം. സെക്കൻഡറി വാലൻസി എന്ത് തരും? നമുക്ക് ജോമെട്രി. അതിന്റെ ജോമെട്രി തരുന്നത് ആരാണ്? നമ്മുടെ സെക്കൻഡറി വാലൻസി ഗിവ് ദ ജോമെട്രി. ജോമെട്രി തരുന്നത് നമ്മുടെ സെക്കൻഡറി വാലൻസി ആണ്. ഇത്രയാണ് എന്ത്? നമ്മുടെ ഇതിന്റെ പോസ്റ്റ്ലേറ്റ്സിൽ വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലാർ ഫോർമുല platinum Cl2 2NH3 gives no precipitate when treated with excess AgNO3. If so, write the primary and secondary valencies of platinum in the compound. Give IUPAC name of the compound corresponding to the above formula. Represent the configuration of geometrical isomers of the coordination compound. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ത്? precipitate ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇതാണ് കോമ്പൗണ്ട് പ്ലാറ്റിനം Cl2 2NH3. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം?
ഇതിനെ നമ്മളൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഫോമിൽ എഴുതണം. ഇത് എന്തില്ല, ഒരു പ്രസിപ്പിറ്റേറ്റീവ് ഫോം ചെയ്തതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ, ഈ കോമ്പൗണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു രീതിക്ക് മാറ്റണം. അപ്പൊ എന്ത് വരും, നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ രീതിക്ക് മാറ്റുമ്പോൾ അതെങ്ങനെ വരും, നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതും, നമ്മുടെ മെറ്റൽ എഴുതും. പിന്നെ നമുക്ക് NH3 ട്വൈസ്, നമ്മൾ ഫസ്റ്റ് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ എന്ത് എഴുതുക, നമ്മുടെ ലിഗാൻസിന് എഴുതുക. അപ്പൊ നമുക്ക് അമ്മീൻ ആണ് ഫസ്റ്റ്, എന്താണ് അമ്മീൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ അമ്മീനെ കൊടുക്കും, പിന്നെയാണ് എന്ത് കൊടുക്കുള്ളൂ, ക്ലോറിഡോ. ഇതാണ് നമ്മുടെ എന്ത് കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ടിന്റെ ഫോർമുല ക്ലിയർ അല്ലേ. നമ്മൾ ഇത് ഇങ്ങനെ എഴുതാൻ കാരണം, അമ്മീൻ ഫസ്റ്റ് എഴുതാൻ കാരണം അമ്മീൻ ആണ് ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ എഴുതാം. അപ്പൊ ഇതിന് ചോദിച്ചിട്ടുള്ളത് എന്താണ്, റൈറ്റ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി. അപ്പൊ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത്, ഇതിന്റെ പുറത്ത് നിൽക്കുന്ന ആള്, അതായത് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ, അതായത് നമ്മുടെ പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് എന്ത്, പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നമ്മുടെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്ത്, പ്രൈമറി വാലൻസി. അപ്പൊ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലെ, മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് വരും നോക്കാം, ഇവിടെ എന്ത് വരും, ഇതെന്താണ് 0 ആണ്, ഇത് x ആക്കി എടുത്തു, ഇത് -2 ആക്കി എടുത്തു. അപ്പൊ എന്ത് വരും, x - 2 ഈക്വൽ ടു എന്ത് വരും, 0. അപ്പൊ x is equal to +2. അപ്പൊ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടി, എത്രയാണ്, +2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടി നമുക്ക്, +2 ആണ് എന്ത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, സെക്കൻഡറി വാലൻസി. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കോർഡിനേഷൻ നമ്പർ ആണ്. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ നമ്പർ ആണ്. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേഷൻ നമ്പർ, അതായത് ലിഗാൻഡ് കോർഡിനേഷൻ നമ്പർ. എത്ര ലിഗാൻഡ് ഉണ്ട് ഇവിടെ, NH3 കോർഡിനേഷൻ നമ്പർ. എത്ര ലിഗാൻഡ്, ഒരു 2 NH3 ഒരു ക്ലോറിൻ. അപ്പൊ എത്രയാണ്, +3 ആണ് അല്ലെ. 2 NH3 ഉണ്ട്, 2 ക്ലോറിൻ, ഒരു ക്ലോറിനിലെ 2 ക്ലോറിൻ. അപ്പൊ 2 + 2 = 4 ആണ് എന്ത് വരിക, നമ്മുടെ സെക്കൻഡറി വാലൻസി, അതായത് കോർഡിനേഷൻ നമ്പർ. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി. അപ്പൊ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ നമ്പർ ആണ്. അത് ഓർത്ത് വെക്കുക, പ്രൈമറി ഓക്സിഡേഷൻ സ്റ്റേറ്റും സെക്കൻഡറി കോർഡിനേഷൻ നമ്പറും ആണ്. അപ്പൊ നമുക്ക് അത് രണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്തു. പിന്നെ എന്താണ്, ഗിവ് ദ IUPAC നെയിം. IUPAC കോമ്പൗണ്ടിന് IUPAC നെയിം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. IUPAC നെയിം എന്ത് വരാം, ഇവിടെ എത്രയാണ്, അമീനാണ്, ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം അല്ലെ. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമുക്കിത് കൊടുക്കാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബീന്റെ ആൻസർ എന്ത് വരും, ഡൈ അമീൻ അല്ലേ, ഡൈ അമീൻ ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം. പ്ലാറ്റിനം ആണ് എന്ത്, നമ്മുടെ മെറ്റൽ ആറ്റം. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചു, എത്രയാണ്, 2 ആണ്. ഇതാണ് നമ്മുടെ എന്ത്, IUPAC നെയിം, ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം 2. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, റെപ്രസെന്റ് ദ കോൺഫിഗറേഷൻസ് ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് ദ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇതിനെ നമ്മൾ ജോമെട്രിക്കൽ ഐസോമർ, അതായത് നമ്മൾ സിസും ട്രാൻസും വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എന്താണ്, മെറ്റൽ പ്രൈമറി, നമ്മുടെ ഏറ്റവും നടുവിൽ സെൻട്രൽ മെച്ചം പ്ലാറ്റിൻ ആണ്. പിന്നെ എന്താണ്, NH3, 2 NH3 ഉണ്ട്. ഒരു NH3 ഞാൻ ഇവിടെ കൊടുത്തു. പിന്നെ അടുത്ത NH3 ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ 4 ഉള്ളതാണല്ലോ അല്ലെ, നമ്മുടെ 4 ഒരു NH3 ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. ഒരു NH3 ഞാൻ ഇവിടെയും കൊടുത്തു. ഒരു Cl ഇവിടെയും കൊടുത്തു. ഒരു Cl ഇവിടെയും കൊടുത്തു. അപ്പൊ ഇങ്ങനെ അടുപ്പിച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഇത് നമ്മുടെ സിസ് ആണ്. ഇനി ഓപ്പോസിറ്റ് എഴുതാം. ഒരു NH3 ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരും, ഒരു Cl വരും. ഇവിടെ ഒരു Cl, പ്ലാറ്റിനം ആണ് എന്ത്, സെൻട്രൽ. ഓക്കെ, പ്ലാറ്റിനം ആണ് എന്ത്, നമ്മുടെ സെൻട്രൽ. ഇപ്പൊ ഒരു NH3 ഞാൻ ഇവിടെ കൊടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും, അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരണം, Cl വരണം അല്ലേ. ഓപ്പോസിറ്റ് വരാം. ഇവിടെ NH3 വരും, ഓപ്പോസിറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ Cl, ഇവിടെ Cl. ഇങ്ങനെ ഓപ്പോസിറ്റ് കൊടുത്താൽ അതിന് എന്ത് പറയും, ട്രാൻസ് എന്ന് പറയും. മെറ്റൽസിന് നമ്മൾ ഓപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയും, ട്രാൻസ്. ഇത് സിസ്. ക്ലിയർ അല്ലേ, ഇത് സിസ്, ഇത് ട്രാൻസും ഇത് സിസും. ഇങ്ങനെ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ് എന്ന് പറയും. ഇങ്ങനെ ഒരുമിച്ച് കൊടുത്താൽ അതിന് എന്ത് പറയും, സിസ് എന്ന് പറയും. ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. കുറേ ഉണ്ട് ക്വസ്റ്റ്യൻ, അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ആൻസർ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് പോകുന്നത്. ഇതിൽ പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി, IUPAC നെയിമും അതുപോലെ തന്നെ ഇതിന്റെ കോൺഫിഗറേഷനും ആണ് ചോദിച്ചിട്ടുള്ളത്, ജോമെട്രിക് കോൺഫിഗറേഷനും.
ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഡ്രോ ദ ഹൈബ്രിഡൈസേഷൻ സ്കീം ഓഫ് എന്താണ് cobalt NH3 6 times 3+ based on valence bond theory. Predict the geometry and magnetic behavior of the complex. ഈ ഒരു കോംപ്ലക്സിന്റെ എന്ത് വരക്കാനാണ്? ഹൈബ്രിഡേഷൻ സ്കീം. ഓക്കെ, നമ്മൾ വാലൻസ് ബോണ്ട് തിയറി പ്രകാരമാണ് നമ്മൾ നമുക്ക് ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയറും ജോമെട്രിയും ഒക്കെ പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ സ്കീം വരക്കാം. നോക്കാം. ഇത് നമുക്ക് ഇവിടെ 6 കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 6 കാർബൺസ്, 6 ആണ് ഇതിന്റെ ലിഗാൻസിന് എണ്ണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒക്ടാഹെഡ്രൽ ആണ്. 6 ആണെന്നുണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ ആണ്, 4 ആണെന്നുണ്ടെങ്കിലോ ടെട്രാഹെഡ്രൽ ആണ്. അപ്പൊ ഇവിടെ 6 ആയതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും ഒക്ടാഹെഡ്രൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജോമെട്രി ഓൾറെഡി കിട്ടി, ഒക്ടാഹെഡ്രൽ ആണ്. നമുക്ക് ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വരക്കണം? ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ സ്കീം വരക്കണം. ഹൈബ്രിഡൈസേഷൻ സ്കീം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ അറിയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കൊബാൾട്ട് അതുപോലെ തന്നെ ഈ കണ്ട മെറ്റൽസിന്റെ ഒക്കെ നമുക്ക് എന്ത് പഠിക്കണം? ഈ കണ്ട മെറ്റൽസിന്റെ ഒക്കെ അറ്റോമിക് നമ്പർ പഠിക്കണം. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ, ഇത്രയും ആൾക്കാരെ എന്ത് ചെയ്യണം? ഇത്രയും ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? അറ്റോമിക് നമ്പർ പഠിച്ചു വെക്കാം. ഇത്രയും ആൾക്കാർ അറ്റോമിക് നമ്പർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ് ഇതിനൊരു കോഡ് ഉണ്ട്. എന്താണ്? സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കോസൻ. ഈ ഒരു കോഡ് പഠിച്ചേക്കാം. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കോസൻ. ഇത് പഠിച്ചു വെക്കാം. അപ്പൊ 21 മുതൽ 30 വരെയാണ്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ എന്ത് വരും? ഹൈബ്രിഡൈസേഷൻ സ്കീമോ അല്ലെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയറോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് അറിയണം? ആദ്യം ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ എന്തറിയണം? നമുക്ക് അതിന്റെ അറ്റോമിക് നമ്പർ അറിയണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് വരക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവരുടെ എന്ത് പഠിക്കാം? ഇവരുടെ അറ്റോമിക് നമ്പർ ഇത്രയും ആൾക്കാരുടെങ്കിലും പഠിക്കുക. എന്താണ്? സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കോസൻ. അപ്പൊ 21 to 30 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഇത് വരക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം. ഇത് +3 ആണ്. കൊബാൾട്ടിന്റെ എത്രയാണ്? നമുക്ക് ഇവിടെ നോക്കിയാൽ കൊബാൾട്ട് 27 ആണ് അല്ലേ? ഇപ്പൊ കൊബാൾട്ട് 27 ആണെങ്കിൽ നമുക്ക് അതിന്റെ എന്താണ് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്ത് എഴുതാം? കൊബാൾട്ടിന്റെ എന്ത് എഴുതാം? ആർഗൺ 18 പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 4s2 3d7 അല്ലേ? 4s2 3d7 18 ആർഗൺ 18 ആയി. പിന്നെ 20 27. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഇതിന് CO3+, നമുക്ക് ഇവിടെ +3 ആണ് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ എഴുതുമ്പോൾ എന്ത് വരും? ആർഗൺ ഇതിന് 2 ഒന്ന് പോയി 3d6 വന്നു അല്ലേ? 3d6 വന്നു. ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ വരക്കാം. ഓക്കെ, കോൺഫിഗറേഷൻ വരച്ചു വെക്കാം. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് നമ്മൾ ഡി ഓർബിറ്റലിലാണ് അല്ലേ? ഡി ഓർബിറ്റലാണ്. ഇപ്പൊ 1 ഡി ഓർബിറ്റൽ എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ? 5 എണ്ണാണ് ഉള്ളത്. അപ്പൊ ഇതിലൊക്കെ ഓരോ എത്ര പെയേഴ്സ് ഉണ്ട് നോക്കാം. ഇവിടെ 6 ആണുള്ളത് അല്ലേ? ഡി ഓർബിറ്റലിലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് പെയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് 1 2 3 4 5 6 ഇങ്ങനെയാണ് എന്ത് ഇതിന്റെ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ. ഇനി നമ്മൾ പെയർ ചെയ്തു. NH3 വെച്ച് പെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ പെയർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ വി ആർ പെയറിങ് ചെയ്യാണ്. പെയറിങ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഈ ഇലക്ട്രോൺസ് അയോൺസിനെ വെച്ചിട്ട് നമ്മൾ പെയർ ചെയ്യാൻ പോവാണ്. പെയറിങ് വിത്ത് NH3. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമുക്കൊരു ക്രാഷ് പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ ഇതൊക്കെ പറഞ്ഞു പോണത്. ഓക്കെ, 1 2 3 4 5 1 2 3 4 5. അപ്പോൾ ഒന്ന് എക്സ്ട്രാ ഉണ്ട്, ഇത് കട്ട് ചെയ്യാം. 1 2 3 4. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. നമ്മൾ NH3 ആയിട്ട് പെയർ ചെയ്യണം. അപ്പൊ നമുക്കൊരു സേഫ്റ്റിക്ക് കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എസും പിയും കൂടി കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് എന്ത് വരും? ഇതിനെ പെയർ ചെയ്യുന്ന സമയത്ത് NH3 6 NH3 ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് വരും? ആവശ്യം വരും. ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി അതൊക്കെ വരച്ച് വെക്കാം. ഇതെന്ത് ചെയ്യാം? ഡി, ഇത് എസ്, ഇത് പി ഓർബിറ്റൽ. അപ്പൊ നമ്മൾ ഈ ഇത്രയും ഓർബിറ്റൽ നമ്മൾ വെറുതെ വരച്ച് വെക്കുകയാണ്. കാരണം നമുക്ക് അറിയില്ല, നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യം വന്നാലോ അത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി വരച്ച് വെക്കാം. ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും വരച്ചു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? NH3 ആയിട്ട് പെയർ ചെയ്യണം. NH3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? NH3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ആണ്, സ്ട്രോങ് ലിഗാൻഡ് ആണ്. NH3 എന്താണ്? NH3 സ്ട്രോങ് ലിഗാൻഡ് ആണ്. NH3 എന്താണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ്.
സ്ട്രോങ് ലിഗാൻഡ് ആവുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള നമ്മുടെ ഓൾറെഡി ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, പെയർ ചെയ്യും. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ഒക്കെ പെയർ ചെയ്യും. അപ്പൊ എന്ത് വരും നോക്കാം. പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി പെയർ ചെയ്തിട്ടാണ്, പിന്നെ എന്ത് ചെയ്യും, ഇത് പെയർ ചെയ്യും, ഇതും പെയർ ചെയ്യും. അപ്പൊ നമ്മൾ 6 ഇലക്ട്രോൺസ് പെയർ ചെയ്തു. ഇനി എന്ത് ചെയ്തു, നമുക്ക് 6 NH3 ഉണ്ട്. ആ 6 NH3 ഇലക്ട്രോൺസും കൂടി വരുമ്പോൾ എന്ത് വരും, 6 NH3 ഇലക്ട്രോൺസ് വന്നു. അപ്പോൾ 1 NH3, 2 NH3, 3 NH3, 4 NH3, 5 NH3, 6 NH3. കണ്ട, ഇപ്പൊ നമുക്ക് പി ഓർബിറ്റൽ ആവശ്യം വന്നു, വരച്ച് നന്നായി അല്ലേ. അപ്പൊ ഇത്രയും എന്താണ് NH3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ NH3 പെയർ ചെയ്തത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ എന്ത് പറയാം, ഇതിന്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 2D, അപ്പൊ D2 SO 1 3P അല്ലേ. അപ്പൊ D2sp3 ആണ് എന്ത് ഇതിന്റെ ജോമെട്രി വരിക. ജോമെട്രി എന്താ വരിക, ജോമെട്രി എന്ത് വരും, D2sp3. അപ്പൊ നോക്കിയാൽ മനസ്സിലാവും, 2, 3, 4, 5, 6. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് എന്തായിട്ട് മാറി, ഒക്ടാഹെഡ്രൽ ആയിട്ട് മാറി. ഒക്ടാഹെഡ്രൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ നോക്കാം. മാഗ്നറ്റിക് ബിഹേവിയർ നോക്കുമ്പോൾ എല്ലാവരും പെയർഡ് ആണ് അല്ലേ. എല്ലാവരും എന്താണ്, നമ്മളിതിൽ എല്ലാവരും പെയർഡ് ആണ്. എല്ലാവരും പെയർഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ എന്തായി മാറും, ഡയാമാഗ്നറ്റിക്. എന്തായിട്ട് മാറും, ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ചെയ്യുക. ക്ലിയർ അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റുക. ഫസ്റ്റ് നമുക്ക് ആദ്യം അറ്റോമിക് നമ്പർ അറിയണം. അറ്റോമിക് നമ്പറിന് എന്ത് ചെയ്യാം, എന്നിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള അറ്റോമിക് നമ്പർ എഴുതാം. അവരുടെ എന്ത് വരക്കുക, ഓർബിറ്റൽസ് വരക്കുക. അപ്പൊ നമുക്ക് 3D6 ആണ്. 3D6 ആയതുകൊണ്ടാണ്, ഓക്കെ, ഇവിടെ 3D6 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു, ഡി ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺസ് വരച്ചു. നമ്മൾ എന്ത് ചെയ്തു, പെയറിങ് ചെയ്യാണ്. നമ്മുടെ ലിഗാൻഡിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പെയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം, നമ്മുടെ ലിഗാൻഡിനെ വെച്ച് പെയർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, NH3 ആണ് നമ്മുടെ ലിഗാൻഡ്. അപ്പൊ നമുക്ക് എത്ര NH3 ഉണ്ട്, നമുക്ക് 6 NH3 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 6 NH3 ഇവിടെ പെയർ ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു NH3 സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ മാറി നിൽക്കണം. സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ മാറി നിന്നവർ ഓൾറെഡി പെയർ ആവണം. ഇന്നാലേ നമുക്ക് NH3 ഇവിടെ വന്നിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ബാക്കിയൊക്കെ പെയർ ആവണം. ഒക്കെ എല്ലാം പെയർ ചെയ്തു, എന്നിട്ട് NH3 വന്നിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒക്ടാഹെഡ്രൽ ആണ് അല്ലെ. 2 D2ലും 2 NH3 D2ലും 1 S-ലും 3 P3ലും P ഓർബിറ്റലിലും പോയിരുന്നു. അങ്ങനെ എന്ത് വന്നു, D2sp3 ഒക്ടാഹെഡ്രൽ ആണ് നമ്മുടെ ജോമെട്രി. അപ്പൊ എല്ലാവരും ഇവിടെ പെയർഡ് ആണ് അല്ലെ. എല്ലാവരും പെയർഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ബിഹേവിയർ എന്തായി മാറും, ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ. എന്തായാലും നമ്മൾ ഹൈബ്രിഡൈസേഷനും അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇതിന്റെ അറ്റോമിക് നമ്പർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കോമ്പൗണ്ട്സിന്റെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, റൈറ്റ് എനി 3 ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി ടു എക്സ്പ്ലെയിൻ ദ ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പൊ നമ്മുടെ വാലൻസ് ബോണ്ട് തിയറിന്ന് ഒന്നെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ വരുത്തിയിട്ട് ജോമെട്രിയും മാഗ്നറ്റിക് ബിഹേവിയർ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഈ വാലൻസ് ബോണ്ട് തിയറിന്ന് ആകെ 2 ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യന്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തുള്ളൂ നമ്മുടെ ഈ ഒരു വാലൻസ് ബോണ്ട് തിയറിന്ന് ചോദിക്കാനുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസ് എന്താണ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എന്തില്ല, നമ്മൾ ഇതിൽ കളറിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് മാഗ്നറ്റിക് ബിഹേവിയറും ജോമെട്രി മാത്രമേ പറയുള്ളൂ, കളറിനെ പറ്റി പറയുന്നില്ല. അപ്പൊ എന്തില്ല, ഇത് കളറിനെ പറ്റി പറയില്ല. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് അസംഷൻസ്. ഈ ഒരു തിയറി പറഞ്ഞാൽ ഒരുപാട് അസംഷൻസ്, ഇത് ഇങ്ങനെ ആയിരിക്കും, അത് അങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ള അസംഷൻസ് വെച്ചിട്ടാണ് എന്ത് പോണത്, നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി പോകുന്നത്. ഡസ് നോട്ട് ഗിവ് ക്വാണ്ടിറ്റേറ്റീവ് ഐഡിയ ഓഫ് മാഗ്നറ്റിക് ബിഹേവിയർ. നമ്മളോട് എന്ത് പറയുക, ഡയാമാഗ്നറ്റിക് ആണ്, പാരാമാഗ്നറ്റിക് ആണ്, അങ്ങനെ പറയുന്നുള്ളൂ. അല്ലാതെ എത്രത്തോളം അതിന്റെ ക്വാണ്ടിറ്റി പറയുന്നില്ല. എത്ര ആൾക്കാർ എന്താണ് പാരാമാഗ്നറ്റിക്, എത്ര ഡയാ, അങ്ങനെ അതിന്റെ ക്വാണ്ടിറ്റി എന്തില്ല നമ്മുടെ വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നില്ല. നെക്സ്റ്റ് ആണ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് വീക്ക് ആൻഡ് സ്ട്രോങ് ലിഗാൻഡ്സ്. വീക്ക് ലിഗാൻഡ്സിനും സ്ട്രോങ് ലിഗാൻഡ്സിനും എന്തില്ല, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല. ഇത്രയാണ് എന്ത് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറിന്റെ ലിമിറ്റേഷൻസ്. ക്ലിയർ അല്ലേ, ഓർത്ത് വെക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ കോംപ്ലക്സ് സ്പീഷീസ് ഹെക്സ, അക്വ, ടൈറ്റാനിയം 3 അയോൺ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. നമ്മുടെ സ്പീഷീസ് കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം. ഫസ്റ്റ് എന്താണ്, ഐഡന്റിഫൈ ദ ജോമെട്രി. ജോമെട്രി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത് ഇവിടെ ഹെക്സ എന്ന് പറഞ്ഞു, ഹെക്സ അക്വ. ഹെക്സ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ് അല്ലേ. അപ്പൊ 6 അക്വ, 6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒക്ടാഹെഡ്രൽ ആണ്. എന്താണ്, അപ്പൊ ഫസ്റ്റ് നമുക്ക് ജോമെട്രി കിട്ടി, ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടി. ഹെക്സ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അപ്പൊ എന്താണ് നമ്മുടെ ജോമെട്രി വരിക, ജോമെട്രി എന്താണ്, ഒക്ടാഹെഡ്രൽ ആണ്. ഓക്കെ, ഒക്ടാഹെഡ്രൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്,
ഗിവ് ഇറ്റ് സ്ട്രക്ചറൽ ഫോർമുല. അപ്പൊ നമുക്ക് IUPAC നെയിമാണ് തന്നിട്ടുള്ളത്. ഇതിന് എന്താണ് സ്ട്രക്ചറൽ ഫോർമുല, കെമിക്കൽ ഫോർമുല എഴുതണം. ഹെക്സാ അക്വ ടൈറ്റാനിയം. അപ്പൊ ടൈറ്റാനിയം ആണ് എന്ത് നമ്മുടെ നടുവിൽ, നമ്മുടെ സെൻട്രൽ മെറ്റല് ടൈറ്റാനിയം. ഹെക്സാ അക്വ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഹെക്സാ അക്വ എന്ന് പറയുമ്പോൾ H2O 6 ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എന്താണ്? ഇവിടെ +3 ആണ്. അപ്പൊ +3 + 0 എന്തായി? 3 ആയി അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരണം? +3 വരണം. എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വന്നു? +3 വന്നു. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ +3 കൊടുക്കണം. ആ +3 കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല? ആൻസറിന് മാർക്ക് കിട്ടൂല കേട്ടോ. കാരണം എന്താണ്? ഇവിടെ +3 കൊടുക്കാൻ നമ്മുടെ H2O 0 ആണ്. H2O എന്താണ് ഇത് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. അപ്പൊ ഇതിന് നമുക്കറിയില്ല. അപ്പം x + 0 ഇത് നമുക്കറിയാം 3 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 3 + 0 = x. അപ്പൊ എന്ത് വരും? x = എന്ത് വരും? 3 വരും. ഇവിടെ +3 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി C ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Sketch the energy level diagram representing the crystal field splitting of d orbital of titanium 3+ in the species. Give reason. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ വരച്ചു. നെക്സ്റ്റ് തിയറി ആയിരുന്നു ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറിയിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ സ്പ്ലിറ്റിംഗ് സ്കെച്ച് എനർജി ഡയഗ്രാംസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരിക. വേറെ ഒന്നും വരില്ല. ഈ എന്ത് ചെയ്തു? എനർജി ഡയഗ്രാംസ് ആണ് വരിക. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ടൈറ്റാനിയം 3+ന്റെ എന്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എപ്പോഴും ഡി ഓർബിറ്റലിന് ഉണ്ടാവാം. അപ്പൊ ആ ഡി ഓർബിറ്റൽ ടൈറ്റാനിയം 3+ന്റെ ഡി ഓർബിറ്റലിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിന്റെ ടൈറ്റാനിയം 3+ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടൈറ്റാനിയം 3+, ടൈറ്റാനിയത്തിന് എത്രയാണ്? സ്കൂട്ടി വിക്രമൻ. അപ്പൊ സ്കൂട്ടി SC എത്രയാണ്? 21. സ്കൂട്ടി T ടൈറ്റാനിയം എത്രയാണ്? 22. 22 ആണ് എന്ത് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ അറ്റോമിക് നമ്പർ. അപ്പൊ ടൈറ്റാനിയം 3+ന്റെ എത്രയും വരാം? ആർഗൺ 18. ആദ്യം നമുക്ക് ടൈറ്റാനിയം എഴുതാം, എന്നിട്ട് എഴുതി നോക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. ടൈറ്റാനിയത്തിന് 22 ആണ്. അപ്പൊ എന്ത് വരും? ആർഗൺ 3d2 4s2 ഇങ്ങനെ വരും അല്ലേ? ഇനി ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇലക്ട്രോൺ എന്ത് ചെയ്തു? ടൈറ്റാനിയത്തിൽ നിന്ന് പോയി. ടൈറ്റാനിയത്തിൽ നിന്ന് 3 ഇലക്ട്രോൺസ് പോയി. ഓക്കെ, അപ്പൊ എന്ത് വരും? ആർഗൺ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 4s2 ഫസ്റ്റ് പോകും, പിന്നെ 3d നിന്ന് പോയി. അപ്പൊ 3d1. അപ്പൊ നമ്മൾ ഡി ഓർബിറ്റലിൽ എന്തുള്ളൂ? ആകെ ഒറ്റ ഒരു ഇലക്ട്രോണേ എവിടെ ഉള്ളൂ? ഡി ഓർബിറ്റലിൽ ഉള്ളൂ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരക്കണം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്ടാഹെഡ്രലിനും ടെട്രാഹെഡ്രലിനും എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഒക്ടാഹെഡ്രലിന്റെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? നമ്മുടെ ഡി ഓർബിറ്റൽ വരക്കണം. അപ്പൊ ഡി ഓർബിറ്റൽ ഇതാണ് വരാം. ഡി ഓർബിറ്റൽ എത്ര ഉണ്ട്? 5 ഉണ്ട്. 1 2 3 4 ഇങ്ങനെ 5 എന്തുണ്ട്? 5 ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇവർ എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഹയർ എനർജി ലെവൽക്ക് ഇവർ എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇവർ എന്നിട്ട് ഇവിടെ എത്തി. ഇനി ഇവിടെ എന്തായി? 1 2 3 4 ഇങ്ങനെ ആയി മാറി. ഓക്കെ, ഇനി ഇവരെന്തായി മാറും? ഇനി ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അവിടെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയേ. ഒന്നിലെന്താവും? 1 3 1 2 ഇങ്ങനെയാണ് ഇവർ സ്പ്ലിറ്റ് ആവുക. 1 3 1 2. അപ്പൊ നമ്മൾ പറഞ്ഞു ഒക്ടാഹെഡ്രൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 3 ആളുള്ളത് താഴെ വരും. ഈ 3 ആളുള്ളത് എവിടെ വരും? താഴെ വരും. 2 ആളുള്ളതോ മുകളിൽ വരും. അതുപോലെ ഇവർക്കൊക്കെ ഓരോ പേരുണ്ട്. ഈ 3 ആളുള്ള പേരാണ് DXY, എന്താണ്? DXY, DYZ, DXZ. ഇതാണ് 3 ആൾക്കാരുടെ പേര്. ഈ 2 ആൾക്കാരുടെ പേര് വരുമ്പോഴോ DX² - Y² DZ². ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ഡയഗ്രാം വരിക. അപ്പൊ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? ഡിയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ എവിടെ വരാം? ലോവർ എനർജിയിലാണ് ഫസ്റ്റ് വരിക. എന്നിട്ടാണ് പിന്നെ എന്തല്ലോ ഹയർ എനർജിയിൽ വരുള്ളൂ. ഇവിടെ ഒറ്റ ഇലക്ട്രോൺ ഉള്ളൂ. ആ ഇലക്ട്രോൺ സ്പ്ലിറ്റ് ആകുമ്പോൾ എവിടേക്ക് പോകും? ഈ DXYക്ക് പോകും. ഇതാണ് എന്ത്? ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഇതിന്റെ ഇവിടെ എന്തുണ്ട്? ഇവിടെ നമ്മുടെ ഒരു എനർജി പോകുന്നുണ്ട്. ഇവിടെ എന്ത് പോകുന്നുണ്ട്? എനർജി മുകളിലോട്ട് എനർജി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരക്കുക. താഴെ എന്ത് വരും? 3 ആളും മേലെ 2 ആളും. ഈ താഴെയുള്ള 3 ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് T2G. എന്താണ് വിളിക്കുക? T2G. അതുപോലെ മേലുള്ള ആൾക്കാരെ വിളിക്കുന്നതാണ് EG. ഓക്കെ, T2G EG. ഇങ്ങനെയാണ് എന്ത് വരിക? ഇവരുടെ 2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. താഴെ 3ഉം മേലെ 2ഉം. ഒക്ടാഹെഡ്രൽ ആണെങ്കിലാണ് കേട്ടോ. ഒക്ടാഹെഡ്രൽ ആണെങ്കിലാണ് എന്ത് വരിക? താഴെ 3ഉം മേലെ 2ഉം ആയിട്ട് വരാം. ഇതാണ് എന്ത്? നമ്മുടെ
ടൈറ്റാനിയം 3+ന്റെ എന്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ക്ലിയർ അല്ലേ? ഇത് പഠിക്കണം, നിർബന്ധമാണ്, പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇവിടെ. എന്താണ്? ഗിവ് റീസൺ ഫോർ ദ ബ്ലൂ കളർ ഓഫ് ദിസ് അയോൺ. അപ്പൊ ഈ അയോൺ ടൈറ്റാനിയം 3+ എന്താണ് ഒരു ബ്ലൂ കളറിലാണ് ഉള്ളത്. നമുക്ക് കാണുമ്പോൾ എന്താണ് ടൈറ്റാനിയം 3+ ബ്ലൂ കളറിലാണ് കാണാൻ പറ്റുക. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വാലൻസ് ബോണ്ട് പറഞ്ഞപ്പോൾ ഇതിന്റെ കളർ ഒന്നും ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ക്രിസ്റ്റൽ ഫീൽഡിന് എന്ത് പറ്റിയിട്ടുണ്ട്? അവരുടെ കളറൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ടൈറ്റാനിയം ബ്ലൂ കളർ വരാൻ കാരണം? അതിനുള്ള കാരണമാണ് DD ട്രാൻസിഷൻ. ഇലക്ട്രോൺസിന്റെ എന്ത് DD ഇലക്ട്രോണിക് ട്രാൻസിഷൻ കാരണമാണ്. DD ഇലക്ട്രോണിക് ട്രാൻസിഷൻ കാരണമാണ് എന്ത് വരുന്നത്? ഇവർക്ക് ബ്ലൂ കളർ വരുന്നത്. ബ്ലൂ കളർ വരാൻ കാരണം എന്താണ്? കളർ വരാനുള്ള കാരണമാണ് DD ട്രാൻസിഷൻ. അതായത് ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ നിന്ന് ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു DD ഇലക്ട്രോണിക് ട്രാൻസിഷൻ വഴിയാണ് എന്ത് വരുന്നത്? ഇവർക്ക് ഒരു ബ്ലൂ കളർ കാണിക്കാനുള്ള കാരണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇതെന്തായാലും പഠിക്കണം. ഇതെന്താണ്? ഒക്ടാഹെഡ്രലിൻ്റെതാണ്. ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ താഴെ 3 മേലെ 2 ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വാട്ട് ഈസ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്? എന്താണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്? സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിഗാൻസിന് എന്താണ്? നമ്മുടെ ലിഗാൻസിന്റെ അറേഞ്ച്മെന്റ് ആണ് എന്ത്? സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഫീൽഡ് സ്ട്രെങ്ത്. അവരുടെ ഫീൽഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? സ്പെക്ട്രോകെമിക്കൽ സീരീസ്. അപ്പം സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്? അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻസ് അല്ലെ? അറേഞ്ച്മെന്റ് ഓഫ് ligands in the order of increasing order of and the ligand field strength ന്റെ ഓർഡറിൽ ഇവർ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ എന്ത്? സ്പെക്ട്രോകെമിക്കൽ സീരീസ്. അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, പിന്നെന്താണ്? അതിന് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് അതിന് ഇലക്ട്രോൺസിന് ലിഗാൻസിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. അതാണ് ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞ ആള് എന്ന് പറയുന്നത് നമ്മുടെ അയോഡിൻ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കുറഞ്ഞ ആളാരാണ്? അയോഡിൻ ആണ്. പിന്നെ ആരാണ്? ബ്രോമിൻ ആണ്. പിന്നെ ക്ലോറിൻ SCN ആണ്. പിന്നെ ക്ലോറിൻ. പിന്നെന്താണ്? S2F- OH- C2O4 2- H2O. ഇതിങ്ങനെ നീണ്ട് പോകും. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും എന്ത് ചെയ്യാം? നമ്മുടെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരെങ്കിലും എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. ഓക്കെ, അതുപോലെ H2O വീക്ക് ആയിട്ടുള്ള ആൾക്കാരെങ്കിലും ഓർത്ത് വെക്കാം. ഇതാണ് എന്ത്? സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ഇതൊക്കെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ കുറച്ചെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിന്റെ ഓർഡറും കൂടി എഴുതി വെക്കാം. നെക്സ്റ്റ് ആണ് ഡ്രോ ദ figure to show the splitting of d orbitals in the tetrahedral crystal field and label the diagram. അതായത് നമ്മൾ ഒക്ടാഹെഡ്രലിന്റെ പഠിച്ചു, അതുപോലെ ടെട്രാഹെഡ്രലിന്റെ വരുമ്പോൾ എങ്ങനെ നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് കോമ്പൗണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ജസ്റ്റ് അത് എങ്ങനെ വരും എന്നുള്ള ഒരു മോഡൽ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്പ്ലിറ്റിംഗ് വരക്കാൻ പോവാണ് ടെട്രാഹെഡ്രലിന്റെ. ഓക്കെ, അപ്പൊ എന്ത് വരും? നമ്മൾ ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 എന്താണ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും അല്ലെ? 5 ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഇവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. 1 2 3 4 ഇവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ഇവരെന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവർ ഹയർ സ്റ്റേറ്റിലോട്ട് പോകും. ഇവിടെ നിന്നാണ് ഇവർക്ക് സ്പ്ലിറ്റിംഗ് നടക്കുക. 1 2 3 4 5 5 ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ പറയുന്നത്? നമ്മളിവിടെ പറയുന്നത് ടെട്രാഹെഡ്രൽ ആണ്. അപ്പൊ ടെട്രാഹെഡ്രൽ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഒക്ടാഹെഡ്രലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക? ടെട്രാഹെഡ്രൽ വരിക. അപ്പൊ ടെട്രാഹെഡ്രൽ ആകുമ്പോൾ താഴെ എന്ത് വരും? 2 ആളും മേലെ 3 ആളും വരും. മറ്റേത് താഴെ 3 ആളും മേലെ 2 ആളും ആണെങ്കിൽ ഇവിടെ താഴെ 2 ആളും മേലെ 3 ആളും. താഴെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? EG. ഓക്കെ, ഇവരെന്താണ്? ഇവർ EGയും അതുപോലെ തന്നെ മറ്റൊരെന്തായിട്ട് മാറും? T2G ആയിട്ട് മാറും. ഇവരെന്താണ്? EG, ഇത് T2G. ആൾക്കാരൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ എന്ത് വരും? dx² - y² dz². ഇവിടെയോ dxy dyz dxz. ഇതാണ് എന്ത്? ടെട്രാഹെഡ്രലിൻ്റെത്. ഓക്കെ, ഇതാണ് ടെട്രാഹെഡ്രൽ ആകുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. താഴെ 2 മേലെ 3 ആവും. ഓക്കെ, മറ്റേത് ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ താഴെ 3 മേലെ 2 ആവും. ക്ലിയർ അല്ലേ? ഇത്രയാണ് എന്ത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ബേസിസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി ദാറ്റ് നിക്കൽ
cyanide 2- ion with square planar structure is diamagnetic and the nickel Cl-2 ion with tetrahedral geometry is paramagnetic. അതായത് ഇവിടെ Cl-2 വന്നപ്പോൾ എന്ത് ചെയ്തു? അതുപോലെ ഡയാമാഗ്നറ്റിക് ആയി. Cl-2 വന്നപ്പോൾ എന്തായി മാറി? പാരാമാഗ്നറ്റിക് ആയിട്ട് മാറി. അതിനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ നിക്കലിന്റെ വാലൻസ് ബോണ്ട് തിയറി നമ്മൾ ഹൈബ്രിഡൈസേഷൻ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? നിക്കലിന്റെ കോർഡിനേഷൻ എഴുതണം. ഓക്കെ, അപ്പൊ നിക്കൽ എന്താണ്? നിക്കലിന്റെ ഇവിടെ -2 ആകുമ്പോൾ വരെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായി മാറും? +2 ആയിട്ട് മാറും. നിക്കലിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 28 ആണ്. നമ്മൾ ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അതാണ്, അത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് പഠിച്ചു എന്തായാലും നിർബന്ധമാണ്. അത് അറ്റോമിക് നമ്പറിന്റെ ഒരു ഓർഡർ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ എഴുതുന്ന സമയത്ത് എന്ത് വരും? കോൺഫിഗറേഷൻ വരുമ്പോൾ 2 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 3D8 4s2 വരും. ഇതാണ് എന്ത്? നിക്കലിൻ്റെത്. ഓക്കെ, അപ്പൊ ഇതിന് 2 പോകണം. അപ്പൊ എന്ത് വരും? നിക്കൽ 2+ എന്ത് വരും? 2 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3D8. അപ്പോൾ ഇതിൽ 8 മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? ഇവിടെ Cn- ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്തു? നമുക്ക് ഇവരുടെ ഇലക്ട്രോണിക്സ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഓർബിറ്റലിൽ എത്ര ഉണ്ട്? ഡി ഓർബിറ്റലിൽ 1 2 3 4. പിന്നെ ഇവർ എത്ര ഇലക്ട്രോൺസ് ആണ് വന്നിട്ടുള്ളത്? ഇവർ മൊത്തത്തിൽ എത്രയാണ്? 8 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം 1 2 3 4 5 6 1 2 3 4 5 6 7 എത്രയായി? 2 4 3 7 8. ഒരു മൊത്തം 8 ഉണ്ട് അല്ലേ? 3D8 8 ആണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഇനി നമ്മൾ നോക്കാം Cn-, ഇവിടേക്ക് എന്ത് വന്നു? നമ്മുടെ Cn- വന്നാൽ ഓക്കെ, Cn- വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Cn- എന്താണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ്. Cn- എന്താണ്? ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര? 2 Cn- ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇവരെ ബോണ്ടിങ് Cn- സ്ട്രോങ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു NH3 സ്ട്രോങ് ആയപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും പെയർ ആയി അല്ലേ? എല്ലാവരും പെയർ ആയി. അപ്പൊ സ്ട്രോങ് വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും പെയർ ആകും. അപ്പൊ Cn- പെയർ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? പെയർ ആവും. അപ്പൊ നമുക്കിവിടെ എസും പിയും കൂടി വരച്ച് വെക്കാം അല്ലേ? എസും പിയും കൂടി എന്ത് ചെയ്യാം? വരച്ച് വെക്കാം. അപ്പൊ എന്ത് വരും? നോക്കാം. ഇവിടെ ഓൾറെഡി ഉള്ളത് എങ്ങനെയാണ്? 1 2 3 4 5 ഈ ഒരു ഓർഡറിലാണുള്ളത്. നമ്മുടെ Cn- വന്നിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? Cn- വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെയർ ആവും അല്ലേ? എല്ലാവരും പെയർ ആവും. അപ്പൊ എന്ത് വരും? ഇവിടെ 2 Cn- കൂടി വന്നാൽ എല്ലാവരും പെയർ ആയിട്ട് മാറും. ഇത് എന്തായാലും എല്ലാവരും പെയർ ആയി. ഇനി ഇവിടെ Cl- വന്നു വിചാരിക്കാം. Cl- വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? Cl- എന്താണ്? വീക്ക് ലിഗാൻഡ് ആണ്. Cl- ഒരു വീക്ക് ലിഗാൻഡ് ആണ്. നമ്മുടെ സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിച്ചപ്പോൾ തന്നെ ഇവരെന്താണ്? വീക്ക് ലിഗാൻഡ് ആണ്. വീക്ക് ലിഗാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരെന്തില്ല? ഇവര് പെയർഡ് ആവൂല. ഇവരെന്തില്ല? ഇവര് പെയർഡ് ആവൂല. അപ്പൊ എന്ത് വരും? നമ്മുടെ ഓൾറെഡി ഉള്ള ആൾക്കാരെ വരച്ചു വെക്കാം. 1 2 3 4 5 ഇങ്ങനെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡി ഓർബിറ്റലും പി ഓർബിറ്റലും ഇതും കൂടി വരച്ചു. ഓക്കെ, അപ്പൊ എന്ത് വന്നു? ഇവർ വന്നപ്പോൾ എന്ത് വന്നു? Cl എത്ര വന്നു? 2 Cl വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പെയർ ആവാതെ ഇവിടെ കയറി നിൽക്കും. അപ്പൊ ഇവരെന്താകും? ഇവർ അൺപെയർഡ് ആയിരിക്കും. അപ്പൊ പെയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തായി മാറും? ഡയാമാഗ്നറ്റിക്. സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവിടെ ഇവരെന്തായി മാറിയത്? ഡയാമാഗ്നറ്റിക് ആയത്. ഇവർ വീക്ക് ആയതുകൊണ്ടാണ് ഇവരെന്തായി മാറിയത്? പാരാമാഗ്നറ്റിക് ആയത്. സ്ട്രോങ് ലിഗാൻസ് ആകുമ്പോൾ ഇവരെന്ത് ചെയ്യും? പെയർഡ് ആവും. വീക്ക് ലിഗാൻസ് ആകുമ്പോൾ ഇവരെന്താവൂല? പെയർഡ് ആവൂല. അതുകൊണ്ടാണ് ഇവര് ഡയാമാഗ്നറ്റിക്കും ഇവർ പാരാമാഗ്നറ്റിക്കും ആവാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓർ ഡി ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ എന്താ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരച്ചു. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ഇങ്ങനെ, ഒക്ടാഹെഡ്രലിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട് അല്ലേ? ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒക്ടാഹെഡ്രൽ. അപ്പൊ നമ്മൾ ഇനിയും അത് വരക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് തന്നെയാണ് എന്ത്? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ പോവുക. താഴെ 3 മേലെ 2. ടെട്രാഹെഡ്രൽ ആകുമ്പോൾ താഴെ 2 മേലെ 3. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത്? നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. താഴെ 3 മേലെ 2 ഉള്ള രീതിയിലാണ് വരിക. ടെട്രാഹെഡ്രൽ ആകുമ്പോൾ താഴെ 2 മേലെ 3. ഓക്കെ, ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ താഴെ 3 മേലെ 2. ടെട്രാഹെഡ്രൽ ആകുമ്പോൾ താഴെ 2 മേലെ 3. ഈ ഒരു ഓർഡറിലാണ് എന്ത് പോവാം? ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പോവാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ
ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളാണ് മെറ്റൽ കാർബണൈൽസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റൽ ഉണ്ടാവും, ഒരു ലിഗാൻഡ് ഉണ്ടായിരിക്കും. പക്ഷെ എന്തില്ല, ഈ ലിഗാൻഡ്സ് മൊത്തം മെറ്റലിനെ വെച്ച് ബോണ്ട് ചെയ്യുമെങ്കിലും മെറ്റൽ എന്ത് ചെയ്യൂല, ലിഗാൻഡ്സിനോട് തിരിച്ച് ബോണ്ട് ചെയ്യില്ല. പക്ഷെ നമ്മുടെ മെറ്റൽ ഒരാളെ വെച്ച് മാത്രം തിരിച്ച് ബോണ്ട് ചെയ്യും. ആ ആളാണ് നമ്മുടെ കാർബണൈൽ. ഈ കാർബണൈലിനെ വെച്ച് മാത്രമേ എന്ത് വരുള്ളൂ, നമ്മുടെ മെറ്റൽ തിരിച്ച് എന്ത് വരുന്നുള്ളൂ, ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആരെയും നമ്മുടെ മെറ്റൽ ബോണ്ട് ഫോം ചെയ്യൂല. എന്ത് ഒക്കെ എന്താ, ലിഗാൻഡ് മെറ്റലിലേക്കാണ് ബോണ്ടിങ് വരുന്നത്. പക്ഷെ മെറ്റൽ തിരിച്ച് ആരെയും എന്തില്ല, ബോണ്ടിങ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ കാർബണൈലിനെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ടിങ് വരുന്നുണ്ട്. അതാണ് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത. ആ ഒരു ബോണ്ടിങ്ങിനെ നമ്മൾ എന്തെന്ന് പറയാം, സിനർജിക് ബോണ്ടിങ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇവിടെ പൈ ബോണ്ടും സിഗ്മ ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സിഗ്മ ബോണ്ട് എങ്ങനെയാണ്, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് നോക്കാം. സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്, സിഗ്മ ബോണ്ട് എങ്ങനെയാണ്, മെറ്റലിലുള്ള ഒരു വാക്കന്റ് ഓർബിറ്റൽ, മെറ്റലിലുള്ള വാക്കന്റ് ഓർബിറ്റൽ പ്ലസ് എന്ത്, ഒരു പെയർഡ് ഓർബിറ്റലും തമ്മിലാണ്. പെയർഡ് ഓർബിറ്റൽ ഇൻ കാർബണൈൽ, കാർബണൈലിലുള്ള ഒരു പെയർഡ് ഓർബിറ്റലും അതുപോലെ തന്നെ മെറ്റലിലുള്ള ഒരു വാക്കന്റ് ഓർബിറ്റലും, മെറ്റലിലുള്ള ഒരു വാക്കന്റ് ഓർബിറ്റലും അതുപോലെ തന്നെ പെയർഡ് ഓർബിറ്റൽ ഇൻ മെറ്റൽ കാർബണൈലുള്ള ഒരു എന്ത്, ഒരു ഓർബിറ്റലും ഇത് തമ്മിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. പൈ ബോണ്ടോ, ഇനി നെക്സ്റ്റ് വരുന്ന ബോണ്ടാണ് പൈ ബോണ്ട്. അപ്പൊ രണ്ട് ബോണ്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇവിടെ സിഗ്മ ബോണ്ടും കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, പൈ ബോണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ പൈ ബോണ്ട് ഇവിടെ ആരെച്ച ഫോം ചെയ്യുന്നത്, പൈ ബോണ്ട് നമ്മുടെ പെയർഡ് ഓർബിറ്റൽ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ പെയർഡ് ഓർബിറ്റൽ, മെറ്റലുള്ള പെയർഡ് ഓർബിറ്റലും അതുപോലെ തന്നെ നമ്മുടെ കാർബണൈലുള്ള വാക്കന്റ് ഓർബിറ്റലും. ഇപ്പൊ പെയർഡ് ഓർബിറ്റൽ ഇവിടെ ഉള്ള പെയർഡ് ഓർബിറ്റലാണ് നമ്മുടെ മെറ്റലിലുള്ള, ഓക്കെ, മെറ്റലിലുള്ള പെയർഡ് ഓർബിറ്റലും അതുപോലെ തന്നെ ആരും കൂടിയിട്ടാണ് വാക്കന്റ് ഓർബിറ്റൽ, നമ്മുടെ കാർബണൈലിലെ വാക്കന്റ് ഓർബിറ്റലും, വാക്കന്റ് ഓർബിറ്റൽ ഇൻ കാർബണൈൽ. ഓക്കെ, ഇവർ കൂടിയിട്ടാണ് എന്ത് വരുന്നത്, സിഗ്മ ബോണ്ട് പൈ ബോണ്ട് ഫോം ചെയ്തത്. ഈ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ബോണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിനർജിക് ബോണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്, രണ്ട് ബോണ്ടും കൂടി കൂടിയിട്ടുള്ള ബോണ്ടിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ സിനർജിക് ബോണ്ടിങ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഇവരുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ മെറ്റൽ എന്തില്ല, ആരായിട്ടും ബോണ്ട് ഫോം ചെയ്യൂല. പക്ഷെ നമ്മുടെ കാർബണൈലിനെ വെച്ച് മാത്രം എന്തുണ്ട്, ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, രണ്ട് ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, പൈ ബോണ്ട് ഉണ്ട്, സിഗ്മ ബോണ്ട് ഉണ്ട്. സിഗ്മ ബോണ്ട് എങ്ങനെയാണ്, നമ്മുടെ മെറ്റലിലുള്ള വാക്കന്റും അതുപോലെ തന്നെ കാർബണൈലിലുള്ള പെയർഡ് ഫുൾ കംപ്ലീറ്റ് ഒക്സിറ്റ് ആയിട്ടുള്ള ഇതും തമ്മിൽ എന്ത് ചെയ്യും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. പൈ ബോണ്ട് നമ്മുടെ മെറ്റലിലുള്ള പെയർഡ് ഓർബിറ്റലും അതുപോലെ തന്നെ നമ്മുടെ കാർബണൈലിലുള്ള വാക്കന്റ് ഓർബിറ്റലും നമ്മൾ എന്ത് വരും, പൈ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ പൈ ബോണ്ടും സിഗ്മ ബോണ്ടും ഫോം ചെയ്യുന്നത് കൊണ്ട് ഈ രണ്ട് ബോണ്ടിനും കൂടി പറയുന്നതാണ് സിനർജിക് ബോണ്ടിങ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് എന്തിൽ വരുന്നത്, നമ്മുടെ മെറ്റൽ കാർബണൈലിൽ വരുന്നത്. അതാണ് എന്ത്, ഇവരുടെ ബോണ്ടിങ്. ക്ലിയർ അല്ലേ? ഇത് ഇത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മുടെ മറ്റു ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, അഥവാ ചോദിച്ചാലോ, അല്ലേ? അപ്പൊ ഇത്രയാണ് എന്ത്, നമ്മുടെ ഈ ഒരു കോർഡിനേഷൻ കെമിസ്ട്രി, കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ ഒരു പ്ലസ് ടുവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പറഞ്ഞു. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇതിന് വരാനുള്ളൂ. ഓൾമോസ്റ്റ് എത്രയും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓൾമോസ്റ്റ് എന്താണ്, ഒരു 10-11 മാർക്കിന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ IUPAC നെയിമിംഗ് പഠിക്കാം, അതുപോലെ തന്നെ വാലൻസ് ബോണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ പഠിക്കാം, അതിന്റെ ലിമിറ്റേഷൻസ് പഠിക്കാം, പിന്നെ ക്രിസ്റ്റൽ ഫീൽഡിന്റെ ഒക്ടാഹൈഡ്രലും ടെട്രാഹൈഡ്രലും പഠിക്കാം, പിന്നെ വേർണേഴ്സ് തിയറിന്റെ പോസ്റ്റ്ലേറ്റ്സ്, പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ലിഗാൻഡ്, ആംബിഡെന്റേറ്റ് എന്താണ്, പോളിഡെന്റേറ്റ് എന്താണ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഈ എന്താണ്, ചിലപ്പോൾ നിങ്ങൾ IUPAC നെയിമിംഗ് എന്തായിരിക്കും, വേറെ കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ ഒരു രീതിക്ക് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്യേണ്ടി വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കാം. ഇപ്പൊ എക്സാം ഒക്കെ ആവാനായി, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. താങ്ക് യു.